ഇന്ന് ഇന്റർവ്യൂവിൽ ഞാൻ ഇരിക്കേണ്ടവനല്ല. പത്രത്തിലെ ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നിരന്തരമായി എന്തെച്ചിരിക്കുന്നു. എൻ്റെ ലൈഫൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഭയങ്കര സീനായി. ഞാനങ്ങ് പൊട്ടിക്കരയും. കുറെ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ജനിച്ച് വീണപ്പോൾ തൊട്ട് തെറിയാട്ടാ പഠിച്ചത്. എനിക്ക് 1 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഞാൻ എൻ്റെ അമ്മയുടെ മുലപ്പാൽ ഉള്ളും കുടിക്കാതെ വളർന്നൊരു പയ്യനാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആണ് എൻ്റെ അച്ഛയ്ക്ക് അറ്റാക്ക് വരുന്നതും മരിക്കുന്നതൊക്കെ. എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പേടിയാണ്. ഞാൻ വീട്ടിൽ കയറി ചെന്നാൽ തെറിയാ. ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് അറിയാൻ പാടില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ മരിക്കാൻ വേണ്ടിയായിരുന്നു ആഗ്രഹം എന്ന് പറയുമ്പോൾ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കണം അവൻ്റെ ജീവിതത്തിൽ അവൻ എന്തോ ഒരു അനുഭവിച്ചിട്ടുണ്ടായിരിക്കുന്നു. എൻ്റെ അടുത്ത് ഇവള് റിലേഷൻ ടൈമിൽ ചേട്ടായി എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടായിക്ക് അമ്മയില്ലെന്നും അച്ഛനില്ലെന്നൊക്കെ എനിക്കറിയാം, ഇനി നിന്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. ഈ റിലേഷൻ ബ്രേക്ക് ആയ സമയത്ത് ഞാൻ കരഞ്ഞതിൻ്റെ അത്ര എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല. ബ്ലേഡൊക്കെ എടുത്ത് കഴുത്തിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട് കിട്ടാനൊക്കെ ഇട്ട്. ഷസാം എല്ലാവരും മുന്നിൽ പറയുന്നു അവൻ ഏതോ എന്തോ ചൊറിത്തവളെന്ന പുള്ളി എന്നെ മെൻഷൻ ചെയ്ത് പറഞ്ഞു. ഷസാം ബ്രോ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞു, ഞാൻ അങ്ങോട്ട് തിരിച്ചൊന്ന് ചൊറിഞ്ഞു, അപ്പം ഞാൻ ചൊറിത്തവളയായി. ഷസാം ബ്രോന് ഞാൻ എന്താ വിളിക്കേണ്ടതെന്ന് ഷസാം ബ്രോ എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞാൽ മതി. ഒരു പെൺകുട്ടി പബ്ലിക്കായിട്ട് എന്നെ പാവുട്ടിയൊക്കെ തെറി വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് എന്നെ കൊണ്ട് കേട്ട് നിൽക്കാനോ കണ്ടു നിൽക്കാനോ പറ്റൂല. ചുമ്മാ ഇങ്ങോട്ട് കയറി ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടോണ്ടിരിക്കുക വെച്ച് നമ്മൾ മനുഷ്യന്മാരല്ലേ. സത്യം ഈ മരണമൊക്കെ ഒന്നുമല്ല, എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല. കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു നീയും വിക്കിയും തമ്മിലുള്ള ഒത്തുകളിയല്ലേ. ഞാൻ ഈ ജീവിതത്തിൽ ആരെ വിശ്വസിക്കേണ്ട, സ്ഥലവും വീടും ഇവരുടേതിലേക്ക് ആക്കിയിട്ട് എന്നെ ഒന്നും അല്ലാത്തവനാക്കി കളഞ്ഞു. ചോദിക്കാനൊന്നും പോയില്ല, കാരണം അവരെന്നെ സ്നേഹിച്ച് വഞ്ചിക്കുക എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാനുള്ള ബോധമില്ല. സമയത്ത് എല്ലാവർക്കും പറ്റിക്കപ്പെടാൻ നിന്നോടത്തൊരു വിഡ്ഢിയായി മാറിപ്പോയി. നമ്മൾ ആളുകളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് പറഞ്ഞു തീർക്കാനാണ്. അപ്പം മറ്റൊന്നും ഒരാളുടെ ജീവിതം കളയുന്നതോ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ഒന്നും നമ്മൾക്കത് ചിന്തിക്കാൻ കൂടെ പറ്റില്ല. ഇപ്പം ഞാൻ അടുത്തിടെ ഞാൻ ഒരാളുടെ ഒരു സ്റ്റോറി വായിച്ചാൽ അയാൾ നല്ല ബോക്സറായിരുന്നു. അയാൾ ആ ബോക്സിങ്ങിൽ അയാൾ കിക്ക് ചെയ്ത ആൾ കോമ സ്റ്റേജിലായി. അയാൾ ആ ബോക്സിങ്ങെ നിർത്തി. മനസ്സിലാവുന്നുണ്ട്? അയാൾ അതോടുകൂടി ആ ബോക്സിങ്ങെ നിർത്തി. അതായത് ഒരു മനുഷ്യനത് ചിലപ്പം ഒരു ഭയങ്കര ഹേർട്ടാവുന്നൊരു സാധനമായിരിക്കും. അതോ പല മനുഷ്യരും പല രീതിയിലാണേ. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും തിങ്കിങ് ഉണ്ടാക്കിയൊരു കാര്യമാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ. ഇതിപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സംഭവം, സോഷ്യൽ മീഡിയ ഒരു ലോകമാണ്. പക്ഷേ അതിലും വലിയ ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ പറഞ്ഞ പോലെ വീട്ടുകാരോട് സംസാരിക്കുക, കുടുംബക്കാരോട് സംസാരിക്കുക. ഈ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിനറിയാം നമ്മളെങ്ങനെയാണ് വളർന്നു വന്നത്. ഓൾറെഡി കൊച്ചു പറഞ്ഞു സാധാരണക്കാരനാണ് ഞാൻ, അങ്ങനെ വളർന്നതാണ്. ശരി, നമുക്കിനി കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ ശരിക്കുമുള്ള പേരെങ്ങനെയാണ്? എൻ്റെ ശരിക്കുള്ള പേര് നച്ചു, NACH, നച്ചു പ്രസാദ്. നച്ചു പ്രസാദ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേരാണല്ലോ. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു നച്ചു എന്നുള്ള പേര്. ആണോ? വീട് എവിടെയാ? വീട് വീട്ടിൽ കയറി ഈ ഇന്റർവ്യൂ പിടി വരുക എന്നുള്ളതാണോ പേടി? അയ്യോ ശരി, ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അല്ല, എൻ്റെ വീട് മുള്ളിരിങ്ങാട്, ഇടുക്കി വണ്ണപ്പുറം മുള്ളരിങ്ങാട്. ഓക്കെ, അവിടെ നിന്നൊക്കെ കൊച്ചു പ്രദേശം. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ നാട്ടിൻപുറം നമ്മൾ പറയുന്നൊരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ഞാനടക്കമുള്ളവർ ഈ പറയുന്ന പോലെ ആളുകളുടെ ഇടയിൽ നമ്മൾ തെറിയൊക്കെ ഉപയോഗിക്കും. പക്ഷേ അത് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ നമ്മളത് പരമാവധി ചുരുക്കാൻ നോക്കും. നമ്മളത് പറയാൻ ശ്രദ്ധിക്കും. മാത്രമല്ല എഴുത്തുകളിൽ ശ്രദ്ധിക്കും. ഞാൻ എൻ്റെ പ്രൊഫൈൽ എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഇടയിൽ പോയി മാത്രമേ ഇത്തരം ചെറിയ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ, ആ വേർഡ് പോലും ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. അതിൽ പോലും ചിലപ്പോൾ ആദ്യത്തെ വാക്ക് എഴുതി പിന്നെ സ്റ്റാറൊക്കെ ആയിരിക്കും ഞാൻ ഇടുന്നത്. നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. നമുക്ക് അത്രയും നമ്മളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവരോടെ, അതുകൊണ്ട് ഹെയ്റ്റ് ആയിട്ടുള്ളവർ നമ്മൾ പറയാറില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്തുനിന്ന് ഇത്രയും പകയും ഇത്രയും ഈ പറയുന്ന തെറികളുമൊക്കെ എങ്ങനെ ഉത്ഭവിച്ചു വന്നു? ഞാനിങ്ങനെ തെറി പഠിച്ചു, ഞാനിങ്ങനെ തെറി പറയാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാലോ. ഞാൻ ജനിച്ച് വീണപ്പോൾ തൊട്ട് തെറിയാട്ടാ പഠിച്ചത്. സത്യം പറയാലോ, എനിക്ക് 1 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഞാൻ എൻ്റെ അമ്മയുടെ മുലപ്പാൽ ഉള്ളും കുടിക്കാതെ വളർന്നൊരു പയ്യനാണ്. 15 വയസ്സ് വരെ എൻ്റെ അച്ഛൻ്റെ കൂട്ടത്തിൽ ഞാൻ ജീവിച്ചത്. അമ്മ പോയതിൻ്റെ വിഷമത്തിൽ അച്ഛൻ നല്ല രീതിയിൽ മദ്യപാനം ഉണ്ടായിരുന്നു, പുകവലി ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛനൊരു ഗവൺമെൻറ് ജോലിക്കാരനാണ്. അദ്ദേഹം കട്ടപ്പനയിൽ ഫോറസ്റ്റ് ഗാർഡായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ CBSE പഠിച്ചിട്ടുണ്ട്, ICC പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പം തൊട്ടേ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനമ്മയുടെ കെയർ കിട്ടാത്തതിൻ്റെയും അച്ഛനിങ്ങനെ മദ്യപിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കെയറും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ നോക്കും, അന്വേഷിക്കും, പക്ഷെ അത്രയും കെയറും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. അമ്മ പിന്നെ ഒരു 10-20 വയസ്സൊക്കെ, ഒരു 10-18 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കാണ് അമ്മയുടെ അടുത്തേക്ക് പിന്നെ ഞാൻ പോകാൻ വേണ്ടി തുടങ്ങിയത്. തിരിച്ചു പോകാൻ വേണ്ടി എന്നെ വിളിച്ചിട്ട് ഞാൻ പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ജീവിതം. പിന്നെ എൻ്റെ ചാച്ചൻ്റെ വീട്ടുകാരാണെങ്കിൽ പോലും എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഞാൻ കേന്ദ്ര വിദ്യാലയം ഇടുക്കി വയനാട്ടിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആണ് എൻ്റെ അച്ഛയ്ക്ക് അറ്റാക്ക് വരുന്നതും മരിക്കുന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന പയ്യനായിരുന്നു. ഞാൻ ഭയങ്കര ഡീസൻ്റായിരുന്നു. ഞാൻ
മുടിയൊക്കെ നല്ലോണം വെട്ടി ഒതുക്കി ചെരിച്ചിരി കുറിയൊക്കെ തൊട്ട് കോളർ ബട്ടണൊക്കെ ഇട്ട് ഇൻസേർട്ടൊക്കെ ചെയ്ത് ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ നല്ലൊരു പയ്യൻ, ആരെ കൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ലൊരു പയ്യനായിട്ട് പോയിക്കൊള്ളുന്ന പയ്യനാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു എന്താ പറയുക ഒരു ചെറിയൊരു പയ്യൻ, ഒരു 10-15 വയസ്സ് പ്രായം കാണുള്ളൂ. ആ സമയത്ത് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി എന്താണ് ആലോചിച്ചിരുന്ന മനസ്സുണ്ടാവും എൻ്റെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെയും കെയറില്ല, അമ്മയുടെയും കെയറില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഇനി വളർത്താൻ ആരുമില്ല, എന്നെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ടുപോകാൻ ആരുമില്ല. അങ്ങനെ ഭയങ്കര ചെറിയ പ്രായം തൊട്ട് ഡിപ്രഷൻ, ആൻസൈറ്റി, ഹൈപ്പർ ടെൻഷൻ, ഇനി എന്തൊക്കെയുണ്ടോ വാട്ട് ഇറ്റ് ഈസ്, എന്തായാൽ പോലും ജീവിതത്തിൽ അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് കഴിച്ച് കളഞ്ഞവനെ ഞാൻ, സത്യം പറയാലോ. അങ്ങനെ വളർന്നു വന്ന് അച്ഛൻ മരിച്ച് ഒരു 2 വർഷക്കാലം എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമായിരുന്നു. മോനെ, മുത്തേ, ചക്കരെ, പഞ്ചാര എന്നൊക്കെ പറഞ്ഞ് കൂടെ കൊണ്ടു നടന്ന് ഒരു പ്രായത്തിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ 18 വയസ്സ് എത്തിയ പ്രായത്തിൽ എൻ്റെ അച്ഛൻ്റെ കുറച്ച് സ്ഥലവും വീടും കാര്യങ്ങളും എല്ലാം കൂടെ ഇവരുടേതിലേക്ക് ആക്കിയിട്ട് എന്നെ ഒന്നും അല്ലാത്തവനാക്കി കളഞ്ഞു. പക്ഷെ നമ്മൾ ആ ഒരു ഇഷ്ടം അവരുടെ അടുത്തുള്ളതുകൊണ്ട് ഇവരെൻ്റെ അടുത്ത് ഒന്ന് ഒപ്പിടാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ ഒപ്പം ഇട്ടുകൊടുത്തു. ഓക്കെ, ഞാൻ കൂടുതലൊന്നും എന്തിനാ പറയുക ചോദിക്കാനൊന്നും പോയില്ല. കാരണം അവരെന്നെ സ്നേഹിച്ച് വഞ്ചിക്കുക എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാനുള്ള ബോധമില്ല ആ സമയത്ത്. ഞാൻ സ്നേഹത്തിലങ്ങ് വീട് പോയി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചുള്ളത് കുറച്ച് സ്നേഹം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ആ സ്നേഹത്തിൽ അവരെന്നെ പറ്റിച്ചു എന്നാലോചിച്ചപ്പോൾ ഭയങ്കര വിഷമം തോന്നിപ്പോയി. അങ്ങനെ എല്ലാ രീതിയിലും ആൾക്കാർ എന്നെ നല്ല രീതിയിൽ കയ്യിലെടുത്തിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിലും പൈസയുടെ പേരിലാണെങ്കിലും എന്താ പറയുക പ്രണയത്തിൻ്റെ പേരിലാണെങ്കിലും ഇതിൻ്റെ പേരിലാണെങ്കിലും എല്ലാവർക്കും പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുത്തൊരു വിഡ്ഢിയായി മാറിപ്പോയി ഞാൻ ചെറുപ്രായം തൊട്ടേ, സത്യം പറയാലോ. അങ്ങനെ ഒരു കാലം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവരെല്ലാം എന്നിട്ട് എൻ്റെ അച്ചായി മരിച്ച് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ നല്ല രീതിയിൽ എന്നോട് സംസാരിക്കുമായിരുന്നു, സ്നേഹിക്കുമായിരുന്നു, പൊന്നോട് നോക്കുമായിരുന്നു. കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അച്ചായി മരിച്ച് 2 കൊല്ലം വരെ നോക്കിയിട്ട് ആ 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ എന്നെ താകൂട്ടി തെറി വിളിക്കും. പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും. അവരിത് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒരുപാട് പരിഭവം ഉണ്ടാവും, വിഷമം ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും എനിക്ക് എൻ്റെ ലൈഫിൽ നടന്ന ഒരു സ്റ്റോറി ഇതുപോലത്തെ ഒരു രീതിയിൽ എനിക്ക് പറയാൻ അവസരം കിട്ടുള്ളൂ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഉണ്ടാവുന്ന പോലും എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യില്ല, തമാശയല്ല. പക്ഷെ എങ്കിൽ പോലും എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ അനുഭവങ്ങൾ എല്ലായിടത്തും ഷെയർ ചെയ്യണം. ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളർന്നു വന്ന അവസ്ഥകൾ എങ്ങനെയാണെന്ന് കുറച്ച് പേര് അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം പറയുന്നതാണ്. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫാണെങ്കിലും അച്ഛൻ്റെ ചേട്ടനാണെങ്കിലും എന്നോട് സ്നേഹമുണ്ടെന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട്, എൻ്റെ സ്വത്തിന് വേണ്ടി സ്നേഹമുണ്ട്. പക്ഷെ ഞാനെന്നുള്ള വ്യക്തിനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. തെറി വിളിച്ചിട്ടുണ്ട്, സ്വന്തം അമ്മേനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, സ്വന്തം അമ്മയുടെ പാവാട പോകാൻ പാടില്ല എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ അച്ഛനെ കൊന്ന നീയല്ലേ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരു 18 വയസ്സ് 17 വയസ്സ് 15 വയസ്സ് തൊട്ട് പ്രായം തൊട്ടേ ഞാൻ നല്ല രീതിയിൽ താകൂട്ടിയും മാകൂട്ടിയും വിളിക്കാത്ത തെറികളൊന്നുമില്ല, എല്ലാം കേട്ട് വളർന്നവനാണ് ഞാൻ. ഇങ്ങനെ ഇന്ന് തെറി വിളിക്കും, ഒരു 5 മിനിറ്റ് കേട്ടിരിക്കും, ചിരിച്ച് കാണിക്കും, അപ്പുറം പോയിന്ന് ആരും ഇല്ലാത്തപ്പോൾ ഞാൻ പോയിരുന്ന് കരയും. ഒരുപാട് ഒച്ചയ്ക്ക് കരയാൻ നോക്കി കഴിഞ്ഞാൽ മൂക്ക് രണ്ടും ഞാൻ കുത്തിപ്പിടിച്ച് ഞാൻ തന്നെ കരയും, തന്നെ കുത്തിപ്പിടിച്ച് ഞാൻ തന്നെ കരയും. അങ്ങനെ ഇഷ്ടംപോലെ ചെറു പ്രായം തൊട്ട് കുഞ്ഞു തൊട്ട് വിഷമം എന്താന്ന് നല്ല രീതിയിൽ ഈ കണ്ണീരിൻ്റെ ഉപ്പ് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കി രുചിച്ചറിഞ്ഞ് വളർന്നു വന്നവനാണ്, സത്യം പറയാലോ. ഞാൻ അത്രയൊക്കെ ലൈഫിൽ സത്യം ഈ മരണമൊക്കെ ഒന്നുമില്ല, മരിക്കാനൊക്കെ ഒരുപാട് വട്ടം തോന്നിയിട്ടുള്ള, സത്യം പറയാലോ. ഞാൻ ചെയ്യാൻ പോയിട്ടുള്ളതാണ്. മരിക്കാൻ പേടിയുള്ളവരുണ്ടാവും, പക്ഷേ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, ഉള്ള കാര്യം പറയാലോ. കാരണം ഞാൻ പണ്ടേ ജീവിതം മടുത്തവനാണ്, ഉള്ള കാര്യം പറയാൻ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ ജീവിക്കുന്നത് എന്നെ സ്നേഹിക്കാൻ കുറച്ച് പേരെണ്ണം തോന്നി, അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ പോകുന്നു. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഈ കേന്ദ്ര വിദ്യാലയത്തിൽ പഠിച്ചു എന്ന് പറയുന്ന നവോദയയിലും പഠിച്ചിട്ടുണ്ട്. യെസ്, നവോദയയിലും. യു ആർ എ ബ്രൈറ്റ് സ്റ്റുഡൻറ്റ്. ബിക്കോസ് എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ചാൻസ് അല്ല അവിടെ. അച്ഛൻ സർവീസിലിരുന്നാണോ മരിച്ചേ? അതെ. അപ്പോൾ അച്ഛൻ്റെ ജോലി? തീർച്ചയായിട്ടും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ KSRTCയിൽ കണ്ടക്ടറിൻ്റെ ഒരു സെറ്റപ്പിൽ ഞാൻ പോയിട്ടില്ലായിരുന്നു. എനിക്ക് എൻ്റെ ചെറുപ്പം തൊട്ട് ഒരു യൂട്യൂബർ ആണെന്ന് വലിയ ആഗ്രഹമാണ്, ഒരു +2 പഠിക്കുമ്പോൾ തൊട്ട്. അന്ന് കാർത്തികേട്ടൻ്റെയൊക്കെ വീഡിയോ മറ്റേ സ്റ്റാർട്ടിങ് വ്ളോഗ് കണ്ടിട്ടില്ലേ, ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വ്ളോഗാണ്. അന്നൊക്കെ തൊട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വ്ളോഗിങ് ചാനൽ തുടങ്ങണം, യൂട്യൂബർ ആവണം, ഭയങ്കര സ്വപ്നങ്ങളായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ +2 പഠിക്കുമ്പോഴാണ് ഞാനൊരു ടച്ച് ഫോൺ വാങ്ങുന്നതല്ല, അതും വീട്ടുകാർ EMI എടുത്ത് തന്നെതാണ്. കാരണം അച്ഛായി എൻ്റെ പേരിൽ കുറച്ച് ബാങ്ക് ബാലൻസ് ഇട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് എടുത്ത് തന്നെ. അത് ഇതൊരു 19,000 ഇട്ടാൽ പോലും ഒരു 10-3000 രൂപയുടെ സെക്കൻഡ് ഹാൻഡ് ഫോണാണ് എനിക്ക് എടുത്ത് തന്നത്. ബാക്കി പൈസയൊക്കെ അവർ കൊണ്ടുപോയി, പൈസയും കൊണ്ടുപോയി, സ്വത്തും കൊണ്ടുപോയി, വീടും എല്ലാം കൊണ്ടുപോയി. ഞാൻ ഒറ്റപ്പെട്ട് 1 രൂപയ്ക്ക് പോലും ഗതിയില്ലാത്തവനാക്കി തീർത്തു വരിക. ആ സമയത്ത് എവിടെയായിരുന്നു അപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത്? എൻ്റെ അച്ഛനൊരു വീടുണ്ട്, ഞാൻ ആ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ആ വീട് അവരുടെ പേരില്ല, എൻ്റെ പേരിലല്ല. എൻ്റെ അച്ഛൻ്റെ സ്ഥലം എൻ്റെ പേരിലല്ല, അവരുടെ പേരില. എൻ്റെ പേരിലൊന്നുമില്ല. അപ്പോൾ ഒന്നും ചോദിച്ചിട്ടില്ലേ? ഞാൻ ചോദിക്കാൻ വീട്ടില്ലേ,
അവരതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ബികോം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണോ ഈ ഹെവി വണ്ടിയൊക്കെ ഓടിക്കാൻ പോയത് ഡ്രൈവറായിട്ട്? അല്ല വണ്ടിയൊക്കെ ഓടിക്കുമായിരുന്നു പണ്ട് തൊട്ടെ. വണ്ടി ഓടിക്കാനൊക്കെ ഭ്രാന്താവുന്നത്. എനിക്ക് ലൈസൻസ് ഒന്നുമില്ല, പക്ഷെ ഞാൻ ഓടിക്കുമായിരുന്നു. ഞാനൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, നിസാന്ന് പറഞ്ഞ നമ്മൾ കൂട്ടുകാരനാണ്. അപ്പം നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അവൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഓടിക്കും, ഞാൻ ഉറങ്ങുമ്പോൾ അവൻ ഓടിക്കും, ഞങ്ങൾ മാറി മാറി. അല്ല അപ്പം പിന്നെ എപ്പോഴാണ് ഈ ഡ്രൈവറായിട്ടൊക്കെ പോയത്? ഡ്രൈവറൊക്കെ ആയിട്ട് പോയത് ഡിഗ്രി പഠിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ പോയത്. അത് ഈ വീട്ടിൽ നിന്നുള്ള രക്ഷപ്പെടലാണോ അതോ? അയ്യോ സത്യം അയ്യോ എനിക്ക് വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ല. സത്യം പറയാം, എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും വീട്ടിൽ നിന്നായിരിക്കും കെയർ കിട്ടുന്നത്, സമാധാനം കിട്ടുന്നതും. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ആരൊക്കെ കൈവിട്ടാലും ഫാമിലി നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നതൊക്കെ ശരിയായിരിക്കും, വീട്ടിലായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ വീട് എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പേടിയാണ്. സത്യം പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു കാര്യം കാണില്ല. ഞാൻ വീട്ടിൽ കയറി ചെന്നാൽ തെറിയ. ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് അറിയാൻ പാടില്ല. ഞാൻ പണിക്ക് പോകുന്നുണ്ട്, പഠിത്തം കഴിഞ്ഞിട്ടിരിക്കുവാണ്, ജോലിക്ക് പോകുന്നുണ്ട്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനൊരു ഉറുമ്പിനെ പോലും നോക്കാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ വീട്ടിൽ കയറി ചെന്നാൽ എന്നെ തെറിയ. സന്തോഷം നൽകുന്ന ഒന്നും തന്നെ വീട്ടിൽ നിന്നില്ല. അപ്പോൾ അമ്മ എപ്പോഴാണ് തിരിച്ചു വിളിച്ചത്? ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണ്. എങ്ങനെ ഞാൻ പോയി, ഇപ്പോഴും അമ്മയുടെ കൂടെ തന്നെ നിൽക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. അമ്മ സെക്കൻഡ് മാരേജാണ്, പക്ഷെ കുഴപ്പമില്ല. ഞങ്ങളെല്ലാവരും അതിലാണ് അനിയത്തി ഉള്ളത്. അതെ, അനിയത്തിയുള്ളത്, അനിയനും അവരെ തന്നെ അനിയത്തിയുള്ളത്. ഞങ്ങൾ ഹാപ്പി ആയിട്ടൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം അനിയത്തി ഉണ്ട്, അമ്മയുടെ കൂടെയാണ്. ഈ പറഞ്ഞ പോലെ ചെറിയ പ്രായത്തിൽ നമുക്ക് കിട്ടുന്ന എല്ലാ ട്രോമകളും അങ്ങനെയാണ്. നമുക്ക് മാറാൻ കുറേ സമയമെടുക്കും. അല്ലെങ്കിൽ അതിനെ മെയ്തി ഒരു സ്നേഹം, കെയർ ഇതൊക്കെ വരുമ്പോഴാണ് ചെറുതിൽ അനുഭവിച്ചതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ അത് എപ്പോഴും മുറിവായിട്ട് തന്നെ കിടക്കും. ജോലിക്ക് പോകുന്ന ഒരാൾ, ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോയിലാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിനു മുന്നേ ആളുകളെ പരസ്യമായിട്ട് തെറി വിളിക്കാറുണ്ടായിരുന്നു. അതെന്നാ ഇപ്പം ആദ്യമേ ഞാൻ പറഞ്ഞു? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ സത്യം പറയട്ടെ, ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ ആരെയും ഫേസ് ചെയ്തില്ല. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയില്ലേ, അതെനിക്ക് ഇവിടുന്ന് മനസ്സിലായി. എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും എനിക്ക് ഐ കോണ്ടാക്ട് തരാതെയാണ് സംസാരിക്കുന്നത്. അതായത് അത് ഓരോരുത്തർ, ചിലർക്ക് പറയാൻ കള്ളം മറയ്ക്കാനാണ്, ചിലവർ പറയും കള്ളം മറയ്ക്കാനല്ല. ഞാൻ ഭയങ്കര ഷൈയാ, ഉള്ള കാര്യം പറയാലോ. എനിക്ക് എല്ലാവരും മുന്നിൽ ഭയങ്കര ചമ്പലും നാണോ കാര്യങ്ങളൊക്കെ. ഈ അടുത്ത വീഡിയോയുടെ മുന്നിലിരിക്കുന്ന പോലെ അല്ല ഞാൻ. എൻ്റെ ലൈഫ് അങ്ങനെയല്ല. വീഡിയോയുടെ മുന്നിലിരിക്കുന്നത് ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മാത്രം. പക്ഷെ അതിന്റെ വെളിയിലേക്ക് എൻ്റെ ജീവിതം വേറെയാണ്. ഈ ജീവിതം, ഇപ്പം ഈ പറഞ്ഞ ജീവിതം, ഈ ജീവിതമാണോ കുഞ്ഞുങ്ങളോട്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത് അല്ലേ? എൻ്റെ കുഞ്ഞുങ്ങളെന്ന് വിളിച്ചിട്ട് തുടങ്ങും, കുഞ്ഞുങ്ങളെന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ പറയുന്ന ജീവിതത്തിൽ അനുഭവിച്ച ഓരോരോ കാര്യങ്ങൾ പെട്ടെന്ന് ഓർക്കുകയോ, അല്ലെങ്കിൽ അത് ആ സീൻ വരുമ്പോൾ ഓക്കെ. എനിക്കിപ്പോൾ 23 വയസ്സ് പ്രായമുണ്ട്. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എൻ്റെ 23 വയസ്സ് പ്രായത്തിൽ സത്യം പറഞ്ഞാൽ ഈ ട്രോമകൾ എന്നൊക്കെ ചേച്ചി തന്നെ പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. എൻ്റെ ലൈഫൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഭയങ്കര സീനായിപ്പോവും. ഞാനങ്ങ് പൊട്ടിക്കരയും. അതുകൊണ്ട് പിന്നെ ഞാൻ ഒത്തിരി ഒന്നും പറയുന്നില്ല, പക്ഷെ എങ്കിൽ പോലും കുറേ അനുഭവിച്ചിട്ടുണ്ട് ചേച്ചി. സത്യം പറയാലോ, എന്താ പറയുക, ഒരു 15 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മരിക്കാൻ വേണ്ടിയായിരുന്നു ആഗ്രഹം എന്ന് പറയുമ്പോൾ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കണം, അവൻ്റെ ജീവിതത്തിൽ അവൻ എന്തോ ഒരു അനുഭവിച്ചിട്ടുണ്ടായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അത്രയും പ്രായത്തിലെ കാര്യങ്ങൾ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്ക് ചെറുപ്പം തൊട്ടേ ജീവിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം ഞാൻ ആരോടും ഒരു തെറ്റ് പോലും ചെയ്യാതെയാണ് എനിക്ക് ദൈവം തമ്പുരാനെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇങ്ങനത്തെ ഒരു ശിക്ഷ തന്നേക്കുന്നത്. എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, നല്ലൊരു അച്ഛൻ, നല്ലൊരു അമ്മ, ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലി. അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഈ വീഡിയോ ചെയ്യാനോ ഇതിലേക്കോ ഒരിക്കലും വരില്ല കേട്ടോ. ഞാൻ എൻ്റെ സന്തോഷമായിട്ടുള്ള ജീവിതമായിട്ട് എൻ്റെ ഫാമിലിയായിട്ട് ഞാനിങ്ങനെ ഹാപ്പി ആയിട്ട് പോകും. സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് തുറന്ന് സംസാരിക്കാൻ പോലും ഒരു മനുഷ്യനില്ല ചേച്ചി ലോകത്ത്. ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു ഒരു കാലഘട്ടത്ത്. അത് പ്രണയം എന്ന് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും അതൊരു പ്രണയമായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, ഒരു 1.5 വർഷക്കാലം. അതാണ് ആദ്യത്തെ റിലേഷൻഷിപ്പ്. അത് ഭയങ്കര ഡീപ്പായിരുന്നു. ഞാൻ ഭയങ്കര നല്ലവനായിട്ടാണ് കൂടെ നിന്നിട്ടുള്ളത്. ഏകദേശം ഒരു 1.5 വർഷം 2 വർഷം സ്നേഹിച്ചതിൻ്റെ ഇടയിൽ ഞങ്ങളിതുവരെ അങ്ങനെ ഞാൻ പറയുന്നതിൽ ഒന്നും മോശം വിചാരിക്കരുത്, ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അത്രയ്ക്കും ഡീസൻ്റായിട്ട് ഞാൻ സ്നേഹിച്ച് എന്നെ കൊണ്ടു നടന്നു. എൻ്റെ പെണ്ണെന്ന് പറയുമ്പോൾ എനിക്ക് ആഹാ ഓഹോ ഒരു ദേവത പോലെയായിരുന്നു എനിക്ക്. ഓക്കെ, പക്ഷേ ഞാൻ അത്രയും വിശ്വസിച്ച് എൻ്റെ അടുത്ത് ഇവള് റിലേഷൻ ടൈമിൽ എൻ്റെ അടുത്ത് ഇഷ്ടമെന്ന് വന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് പറയണത്, ചേട്ടായി എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടായിക്ക് അമ്മയില്ലെന്നും അച്ഛനില്ലെന്നൊക്കെ എനിക്കറിയാം, ഇനി നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് അന്നത്തെ കാലത്ത് എന്നോട് പറഞ്ഞ കേട്ടോ, ഞാൻ കൂടെ ഉണ്ടാവും. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ അവൾ മതി എനിക്ക് തോന്നി. അങ്ങനെ കൂടി
1.5 വർഷം 2 വർഷക്കാലം സ്നേഹിച്ചു, പൊന്നുപോലെ കൊണ്ടേ നടന്നു, കുറേയൊക്കെ ഞാൻ സമ്പാദിച്ചൊക്കെ അവൾക്ക് വേണ്ടി കൊടുത്തു. എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, ഭയങ്കര വിശ്വാസം. പക്ഷേ ഞങ്ങളുടെ റിലേഷൻ ബ്രേക്ക് ആവുന്നത്, എന്നെ അവൾ ചതിച്ചിട്ട് പോയത്, എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു 3-4-5-6 റിലേഷൻഷിപ്പ് അവൾക്കുണ്ടായിരുന്നു, വേറെ ഇൻറ്റിമേറ്റുമായിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷെ എങ്കിൽ പോലും എനിക്ക് അവളോടുള്ള അത്രയ്ക്കും ആഴത്തിലുള്ള പ്രണയം കാരണം അവൾ ഈ ചെയ്ത തെറ്റൊക്കെ ഞാൻ മറന്ന് പുറത്ത് വീണ്ടും കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒരു സമയത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് മനസ്സിലായി ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന്. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേട്ടേ പറ്റില്ല, നിർത്താം. അന്ന് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഏകദേശം 1 വർഷം മേളിലും കണ്ടായി, കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഹാപ്പി ആയിട്ടിരുന്നാൽ മതിയായിരുന്നു. എനിക്കാരോടും ദേഷ്യം വൈരാഗ്യമൊന്നുമില്ല. നന്നായി ജീവിക്കട്ടെ, നല്ല നിലനിർത്തട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ലൈഫിൽ അങ്ങനെ ഒരു ലെസണും കൂടെ തീർച്ചയായിട്ടും സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും കൂടെ പഠിച്ചില്ലേ? പിന്നീട് ഞാൻ പോയിട്ടേ ഇല്ല, ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല. എനിക്ക് കരയാൻ വയ്യ, അത്രേ ഉള്ളൂ. ആ ഡിപ്രഷൻ എങ്ങനെയാണ് മറികടന്നത്? അയ്യോ ചേച്ചി, ആ ഡിപ്രഷൻ മറികടന്നുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ എനിക്ക് തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു 1.5 മാസം ഞാൻ എനിക്ക് ബ്രേക്കപ്പ് കിട്ടിക്കഴിഞ്ഞ ഒരാഴ്ചയോളം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. കാരണം കരഞ്ഞ് ഒരു മനുഷ്യന് എന്തോരം കരയാൻ പറ്റുമോ ചേച്ചി? ഒത്തിരി കരഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അവൻ ആശുപത്രി കയറ്റേണ്ടി വരും, അല്ലെങ്കിൽ അവൻ തീർന്നു പോകും. എനിക്ക് പറ്റുന്ന അങ്ങേയറ്റം ഞാൻ കരഞ്ഞു. എന്നിട്ട് ഞാൻ ബാംഗ്ലൂർ വന്ന സമയത്ത്, ബാംഗ്ലൂർ ഇമ്പാക്റ്റിൽ ഞാൻ പഠിച്ചത്. അപ്പോൾ ബാംഗ്ലൂർ അറിയാലോ, ചെറിയ മറ്റേ ഈ എൻജോയ്ക്ക് ഉണ്ടല്ലോ, അങ്ങനെ എന്നെ അടുപ്പിക്കാനൊക്കെ തോന്നി. ഞാൻ വലിക്കൂല, കഞ്ചാവൊന്നും ഞാൻ വലിക്കൂല. പക്ഷേ ഇപ്പം എനിക്ക് ട്രോൾ വരാൻ കേട്ടോ, കഞ്ചാവൊന്നും വലിക്കുന്നത്. പക്ഷേ ഞാൻ സീരിയസ്ലി പറയാം, ഞാൻ കഞ്ചാവൊന്നും വലിക്കൂല. പക്ഷേ സിഗരറ്റ് വലിക്കും ചെറുപ്പം തൊട്ട്. ഞാൻ ഒരു +2 കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ സിഗരറ്റ് വലിക്കും. കാരണം ഈ ഇത്രയും ട്രോമകളും പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് നിൽക്കാനായിട്ട് റിലീഫ് കിട്ടാനായിട്ട് ആ പടം എന്നെ സഹായിച്ചിട്ടുള്ള സിഗരറ്റ്. ഞാൻ ഇപ്പോൾ കഞ്ചാവ് വലിക്കില്ല, കള്ളു കുടിക്കില്ല, ഒരു പേരും ചെയ്യില്ല. സിഗരറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ വല്ലപ്പോഴും എനിക്ക് ഒത്തിരി ടെൻഷനായി കഴിഞ്ഞാൽ ഞാൻ പോയി വലിക്കും. ഇല്ല, ഞാൻ ഒരിക്കലും പറയുന്നത് ഞാൻ ചെയ്ത് കാര്യം അത്, ഇല്ലെങ്കിൽ കള്ളം പറയത്തില്ല. ഈ റിലേഷൻ ഇങ്ങനെ ബ്രേക്കപ്പ് ആയ സമയത്ത് ഞാൻ കരഞ്ഞ്, എന്നെ കൊണ്ട് കരയാൻ പറ്റുന്ന അങ്ങേയറ്റം ഞാൻ കരഞ്ഞ്, എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടേ ഇനി എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ കരഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടി പോവുക, ശരീരത്തിന് വേദന എടുക്കുക, ഞാൻ തളർന്ന് വീഴാൻ പോകുന്നു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരാഴ്ചയോടെ കിടന്നു. പിന്നെ ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് മരിക്കണം എന്ന് മാത്രം ചിന്ത എൻ്റെ മനസ്സിലുള്ളൂ. സത്യം മടുത്തു, സത്യം പറഞ്ഞാൽ മടുത്തു. ഞാൻ ഈ ജീവിതത്തിൽ ആരെ വിശ്വസിക്കണ്ടേ, ഞാൻ ആരെ സ്നേഹിക്കണ്ടേ, ഞാൻ ആരെ പറയണത് കേൾക്കണ്ടേ, എനിക്കറിയില്ല. എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല. പക്ഷെ സ്വിച്ച് ഇട്ട പോലെ ഞാൻ മരിക്കാൻ വേണ്ടി, ഞാൻ സൂസൈഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും സ്വിച്ച് ഇട്ട പോലെ ഏതെങ്കിലും ഒരു മറ്റോടത്തെ ചങ്ക്, ആരെങ്കിലും ഇത് കൂട്ടുകാരന്മാരെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് നീ എന്നാ മറ്റോടത്തെ പേരുടെ കാണിക്കുന്നു പറഞ്ഞാൽ അപ്പോൾ തന്നെ സാധനമൊക്കെ തട്ടി മാറ്റി. ഞാൻ ബ്ലേഡൊക്കെ എടുത്ത് കഴുത്തിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട് കീറാനൊക്കെ ഇട്ട്, ഒറ്റ ഓൺ ദ സ്പോട്ടിൽ ഇങ്ങനെ പറഞ്ഞ് മരിക്കാൻ വേണ്ടി. അതിന് പിന്നെ വാതിലൊക്കെ അടച്ചിട്ട് എന്തെങ്കിലും കാണിച്ച് തീരാൻ വേണ്ടി കുറേ നോക്കിയിട്ട്, പക്ഷേ പറ്റിയിട്ടില്ല. പിന്നെ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഏകദേശം ഒരു 4-5 മാസം വേണ്ടി വന്നു. അമ്മ എന്നെ വിളിച്ചു. ആ സമയത്ത് എന്നെ ബ്രേക്കപ്പ് അടിക്കുന്ന സമയത്ത് എന്നെ അമ്മ ആദ്യമായിട്ട് വിളിച്ചിട്ട് എന്നോട് കരഞ്ഞു പറഞ്ഞു, മോനെ കുഴപ്പമില്ല, എന്തെങ്കിലും പ്രശ്നം. അന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, സത്യം പറയാം. എനിക്ക് അമ്മയോട് ഒരു ദേഷ്യമില്ല. അമ്മ ഇങ്ങനെ കാണിച്ചിട്ട് പോയപ്പോൾ അമ്മയുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അമ്മ അങ്ങനെ പോയത്. പക്ഷെ അന്ന് എന്നെ വിളിച്ചിട്ട് ആരോരും ഇല്ലാതെ ജീവിതം സ്നേഹിച്ചൊരു പെണ്ണും വിളിച്ചിട്ട് പോയി. പിന്നെ ഇപ്പോൾ ആരും എൻ്റെ ലൈഫിൽ ഇല്ല എന്നുള്ള നിലയിൽ മരിക്കാതിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെന്നു. ഒരു 4 മാസക്കാലം ഞാനൊരു മുറി മാത്രം അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പച്ചവെള്ളം പോലും കുടിക്കാതെ, കുളിക്കൂല, നനയ്ക്കൂല, അലക്കൂല, ഭയങ്കര ശോകം പറഞ്ഞു. ഞാൻ ഫോണിൽ അല്ലെങ്കിൽ സ്പീക്കറിൽ പാട്ട് വയ്ക്കും, ഇവളുടെ ഫോട്ടോ നോക്കും, കരയും. എനിക്ക് വിളിക്കണം എന്നുണ്ട്, ഞാൻ ഫോൺ എടുക്കും, അവളെ വിളിക്കാൻ വേണ്ടി നോക്കും, നമ്പർ കാണും, വിളിക്കാൻ ഞെക്കുമ്പോഴത്തേക്കും വെക്കില്ല, ഫോണിനപ്പം തന്നെ വയ്ക്കും. കാരണം ഞാൻ അവളുടെ മുന്നിൽ എനിക്ക് കൊച്ചാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല. സത്യം എനിക്ക് വിശ്വസിക്കും, ഇതൊരു റിയാലിറ്റി ആണോ? ഞാനും അവളും തമ്മിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി 2 വർഷത്തെ പ്രണയം, ഇത് റിയാലിറ്റി ആണോ? അവളെന്നെ ഇട്ടിട്ട് പോയി, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ചേച്ചി. അത് കണ്ണടയ്ക്കുമ്പോൾ ഞാൻ അവളുടെ ഓർമ്മകളെ തന്നെ, അവളെന്നെ ചേട്ടായിന്ന് വിളിക്കുന്ന ഓർമ്മകൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത്. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ പോലും ഞാൻ അത്രയും കരഞ്ഞിട്ടില്ല. ഈ റിലേഷൻ ബ്രേക്ക് ആയ സമയത്ത് ഞാൻ കരഞ്ഞതിൻ്റെ അത്ര എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല. അത്ര ഡീപ്പായിട്ട് ഞാൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അവൾ, ഡീപ്പായിട്ട്. അവൾക്ക് വേണ്ടി വരെ ഞാൻ വരെ തയ്യാറായിരുന്നു. സത്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് അത്രയേറെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുള്ള അവളെ മാത്രമേ ഉള്ളൂ. പോയി പറഞ്ഞിട്ടേ ഇല്ല. ചായ കുടിക്കാം, ആ സങ്കടം ചായ കുടിച്ച് തീർക്കാം. പിന്നീട് ഈ മൂക്ക് കുത്തുന്നതും ഈ കമ്മലിടുന്നതും ഒക്കെ നേരത്തെ ഉള്ള സ്റ്റൈലാണോ? മൂക്ക് കുത്തുന്നതും
കമ്മൽ കുത്തുന്നതും എനിക്ക് പണ്ട് കുറേ മുടി ഉണ്ടായിരുന്നു. ഏകദേശം ചന്തിക്ക് തൊട്ട് മേളിൽ വരെ എനിക്ക് മുടി ഉണ്ടായിരുന്നു. മുടി വളർത്താൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കേന്ദ്ര വിദ്യാലയത്തിൽ പഠിക്കും? ഇല്ല, ഞാൻ അവിടെ സ്റ്റേറ്റിലൊന്ന് പഠിക്കുമ്പോൾ അതല്ലേ ഞാനും ആലോചിച്ചത്. എനിക്ക് മുടി വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. മുടി വളർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഷർട്ടിന്റെ കോളറിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നടക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഞാൻ മൂക്കിൽ സ്റ്റഡ് അടിക്കുന്ന ഏകദേശം +1 അങ്ങോട്ട് പഠിക്കുമ്പോഴാണ്. ഞാൻ സ്റ്റേറ്റിലൊന്ന് പഠിക്കും. +1 പഠിക്കും മൂക്കുത്തുന്നത്. ഞാൻ അത്രയും നാളും ഡീസൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന പയ്യൻ പെട്ടെന്ന് എൻ്റെ എന്താ പറയുക എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങ് മാറിയായിരുന്നു. ഞാൻ കുറച്ച് ഫ്രീക്ക് ആവാനും കുറച്ച് ഫ്രീക്ക് മെൻറ്റാലിറ്റി. പക്ഷെ എനിക്ക് ഭ്രാന്തല്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു എന്താണ് നൈസായിട്ട് ഇപ്പോഴത്തെ പയ്യന്മാരിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ നടക്കണം എങ്ങനെയാണ് ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയായിരുന്നു. പക്ഷെ എങ്കിലും പ്രണയം വായ്നോട്ടം ആ ഒരു മൈൻഡില്ല കേട്ടോ. കൂട്ടുകാരന്മാർ, അടിച്ചുപൊളി, ട്രിപ്പ്, ഹാപ്പിനെസ്, ഇത് മാത്രം. എൻ്റെ മോനെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് എന്നാ സുഖം ഏർപ്പെടാന്നറിയോ. അത് ഒന്നും അറിയണ്ട. നമുക്ക് എത്രത്തോളം ഡൗൺ ആയിട്ടിരുന്നാലും ഉണ്ടല്ലോ, നമ്മൾ 2 കൂട്ടുകാരന്മാർ വന്നിട്ട് എന്നാ ആണ്ട്രാ മേരിയ മറ്റേ വീഡിയോ പറയുന്നതല്ലേ എന്നാ ആണ്ട്രാ ഇത് അടിപൊളി, പിന്നെ ഓക്കെ, പിന്നെ ഒരു കുഴപ്പമില്ല, പിന്നെ ഹാപ്പിയാണ്. അങ്ങനെ ഇരുന്ന് കുറേ കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നെ വലിക്കാൻ പഠിപ്പിച്ച എൻ്റെ കൂട്ടുകാരന്മാരെ. അപ്പോഴാണ് ഈ 2 കാതും കുത്തിയത്. അപ്പോഴാണ് ഞാൻ കാത് കുത്തിയതും മൂക്കിൽ സ്റ്റഡ് അടിച്ചതും മുടി വളർത്തിയതും. ഒരു കാലം കണ്ടു കഴിഞ്ഞത് പിന്നെ അതൊക്കെ നിർത്തിയാന്ന് വെച്ചാൽ മുടിയൊക്കെ വെട്ടി കളഞ്ഞു. അല്ല, അത് അതിൽ ചോദിക്കാനുള്ളൊരു കാരണം, പ്രണയിക്കുമ്പോൾ മുടിയൊക്കെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, പ്രണയിക്കും മുടി ഉണ്ടായിരുന്നു. ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ആദ്യ കാലങ്ങളിൽ ഇത്രയും മുടിയുണ്ട്, അത് സ്ട്രെയിറ്റ് ഒക്കെ ചെയ്തിട്ടാന്ന് തോന്നി ഇങ്ങനെ ചെതറിക്കിടക്കുന്നത്. അതെന്താണെന്ന് അറിയിച്ച് അവളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര സുന്ദരനായിട്ടും ഭയങ്കര നൈസായിട്ടും ഫേഷ്യലൊക്കെ ചെയ്ത് സുന്ദരനായിട്ട് നടക്കണം. കാരണം ഇപ്പോഴും നല്ല രസമുണ്ട്. മറ്റുള്ള ആൺപിള്ളേരുടെ മുന്നിൽ ഇവളുടെ ലവർ ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര നൈസായിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ റിലേഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നല്ല ട്രോമകളും നല്ല പ്രശ്നങ്ങളും എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാ ഈ അടിപൊളി ഡ്രസ്സ് ഇടുന്നതും അടിപൊളി കോസ്റ്റ്യൂം ഇടുന്നതും അടിപൊളിയായിട്ട് താടി വെട്ടുന്നതും മുടി നീട്ടുന്നതും എന്തിനാ എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? എന്നെ ഒരു പെണ്ണും നോക്കണ്ട, എനിക്കൊരു പെണ്ണിനെ നോക്കണ്ട. ഓക്കെ, ഈ ഒരു വേദന എൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ എനിക്ക് അത് ഞാൻ ഈ ഒരു എന്നിബിൾ ഇട്ടിട്ട് പോയതിൻ്റെ ആ ബ്രേക്കപ്പിൻ്റെ ആ വേദന എൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ അത് റിക്കവർ ചെയ്ത് വരാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വിഷമം എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണം എൻ്റെ മരണം വരെ. എനിക്ക് അന്നാലാണ് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അന്നാലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് ഈ വിഷമം ഉള്ളിൽ കിടക്കുമ്പോൾ എനിക്ക് പറയണം സ്വയമായിട്ട്, ഇതൊന്നും നിന്നെ ബാധിക്കണ കേസല്ല. നിൻ്റെ ലൈഫിൽ ഇനി ഒരുപാട് പോകാനുണ്ട്. എന്ത് വെച്ച് എന്നെ ഈ പറയുന്ന ഒന്നും എന്നെ എഫക്റ്റ് ചെയ്യില്ല. ഒരു കാര്യം എന്നെ എഫക്റ്റ് ചെയ്യില്ല. എത്ര വട്ടം മരണത്തിൽ നിന്ന് ഞാൻ പോകുന്നവനാണ് എനിക്കറിയോ. ഇനി എന്നെ ദൈവം തമ്പുരെ ഇറങ്ങി വന്നിട്ട് നീ മരിക്കണമെന്ന് പറഞ്ഞാൽ പോലും എന്നെ കൊണ്ട് പറ്റുള്ളതെന്ന് ഞാൻ പറയുള്ളൂ. അപ്പാണോ ഇന്നലെ ചെയ്യാൻ പ്ലാൻ ചെയ്തത്? അത് ഞാൻ ചേച്ചിയോട് പറയാൻ വന്നു. ഇന്നലെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെ ആ ഒരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവില്ല. സത്യം പറയാലോ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഉറപ്പായിട്ടും ഉണ്ടാവില്ല. ഉണ്ടാവരുത്. എപ്പോഴും ഇപ്പം എന്നെ പോലെ ആരെങ്കിലുമൊക്കെ ആ സമയത്ത് വരും, അത് ഉറപ്പാണ്. നമ്മള് ആകസ്മികമായിട്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ടൊന്നുമല്ല, എന്തോ ഒരു ആകസ്മികമായിട്ട് നമ്മൾ ഇന്റർവ്യൂവിൽ ഞാൻ ഇരിക്കേണ്ടവനല്ല. പത്രത്തില് അല്ലെങ്കിൽ ന്യൂസില് ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നിരന്തരമായി ധരിച്ചിരിക്കുന്നു, സൂചിച്ചിരിക്കുന്നു. അപ്പൊ അതിനുശേഷം മുടി കളർ ചെയ്തു. ഞാൻ ശരിക്കും ആദ്യത്തെ ഒരു മോട്ടിവേഷൻ എനിക്കറിയില്ല, എനിക്ക് ആരോ വീഡിയോ അയച്ചതാണേ. ഇങ്ങനെ ഒരു മുടിയൊക്കെ കളർ ചെയ്തിട്ട് ഒരു പയ്യൻ വന്നിരുന്നു പൂരം തെറി വിളിക്കുന്നു. ഇവനെന്ത് ഭ്രാന്ത, എനിക്കറിയില്ല അക്കൗണ്ട്. പിന്നീട് അക്കൗണ്ട് ഞാൻ ചോദിച്ചത് ആരാണ് ഇത്രയും തെറി വിളിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ ആണല്ലോ നമ്മൾ എടുക്കണേ. എന്നാ പയ്യനെ ഒന്ന് ചോദിക്കാം, എനിക്ക് ഇട്ട് തന്നു. ഇതിട്ട് അപ്പോഴാണ് മോട്ടിവേഷൻ സ്പീക്കർ. അപ്പം ഞാൻ ഇതിലെവിടെ മോട്ടിവേഷൻ ഇരിക്കുന്നത്? നമ്മ ഫസ്റ്റ് അതല്ലേ ഉദ്ദേശിക്കുള്ളൂ. ലൈക്ക് നമ്മളൊരു കണ്ടന്റ് എടുക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട്. അപ്പോൾ എങ്ങനെ ഈ മോട്ടിവേഷൻ മൂക്കുത്തി എന്നുള്ള നിലയിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യുന്നത്? ഈ ഐഡിയിൽ വേറെ വല്ല പേരായിരുന്നോ അതോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ശരി, ഞാൻ മൂക്കുത്തി ചെറുപ്പം തൊട്ടേ. അപ്പൊ അതൊരു കൂട്ടുകാരന്മാര് കളിയാക്കിയിട്ട് മൂക്കുത്തി എന്ന് പറഞ്ഞ കളിയാക്കി വിളിക്കുമായിരുന്നു. എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നി. ഞാൻ കൊണ്ട് ചെറുപ്പം തൊട്ട് തന്നെ എല്ലാവരും നിക് നെയിമായിട്ട് മൂക്കുത്തി എന്ന് വിളിക്കുമായിരുന്നു. അത് ഞാനിവിടെ എത്തുന്നതിന് മുന്നോട്ട് ആ പേരുണ്ട്, ഓൾറെഡി എൻ്റെ അടുത്തുണ്ട്. എന്നെ എല്ലാവരും മൂക്കുത്തി എന്ന് വിളിക്കുമായിരുന്നുള്ളൂ. പിന്നെ മോട്ടിവേഷൻ ഞാൻ അതിനകത്ത് ആഡ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നി ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് കേരളത്തിലുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ഡൗൺ ആകുമ്പോൾ ഇങ്ങനെ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണും, അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ പോയിട്ട് ബുദ്ധാസിൻ്റെ മോട്ടിവേഷൻ കോട്ടുകൾ ഞാനിങ്ങനെ വായിക്കും. ഞാൻ അതിൽ നിന്ന് റിലീഫ് ആവും. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് തോന്നി, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുന്ന ബ്രോ വെറൈറ്റി മോട്ടിവേഷൻ, നൈസ് മോട്ടിവേഷൻ, ഭയങ്കര എന്താണ്
ഇമ്പാക്ട് ഉണ്ട്, അതാണ് ബ്രോ ഇതാണ് ബ്രോ എന്നൊക്കെ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലെ കമന്റേഴ്സിനെ വിശ്വസിക്കാതെ നമ്പാതെ. അല്ല കമന്റേഴ്സിനെ വിശ്വസിക്കുന്നില്ല, പക്ഷെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ ആളുകൾ പറയും. ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ റീകണക്ട് ചെയ്യട്ടെ. ഈ പറഞ്ഞ മോട്ടിവേഷൻ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇത് ചെയ്യും. ഇത് സ്വയം ഒരു ഹീലിംഗ് പ്രോസസ് അല്ലേ? അതായത് ആ നിമിഷം തോന്നുന്ന കാര്യങ്ങൾ പറയും. നമ്മൾ എപ്പോഴെങ്കിലും ഡൗൺ ആകുമ്പോൾ നമ്മുടെ തന്നെ വീഡിയോ കാണുമ്പോൾ ഓക്കെ ഫൈൻ, സ്വന്തം ഒരു റിലീഫാണോ ഇത്? അങ്ങനെ വേണമെങ്കിൽ പറയാം. സത്യം പറയാലോ, ഞാൻ എപ്പോഴെങ്കിലും ഡൗൺ ആകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീഡിയോ ഞാൻ തന്നെ എടുത്ത് കാണാറൊക്കെ ഉണ്ട്. എനിക്കത് ഈ നോക്കിയാൽ പറഞ്ഞിട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ചേച്ചിട്ട് പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ഈ വീഡിയോ ചെയ്ത സമയത്ത് അന്നൊക്കെ എൻ്റെ എന്താ പറയുക സ്റ്റോറി വ്യൂസ് ഒക്കെ ഒരു 100 എണ്ണെങ്കിലും 100 ആൾക്കാരെങ്കിലും സ്റ്റോറി കാണണേ ദൈവമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കും. 2 പേരെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കും. ആ സമയത്ത് ഇത്രയും വലിയൊരു റീച്ച് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വന്ന റിക്വസ്റ്റുകൾ 20+, എല്ലായിടത്തും 20+, പ്രൈമറി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും എല്ലായിടത്തും 20+. ഞാൻ മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ബ്രോ ഞാനിങ്ങനെ മോട്ടിവേഷൻ വീഡിയോസ് ചെയ്ത് കുറച്ചങ്ങ് ആയി കഴിഞ്ഞപ്പോൾ ഒരു 8-10 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മറ്റേ ഡിപ്രഷൻ്റെ കാര്യങ്ങളൊക്കെ ഹൗ ടു ഓവർകം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക ജീവിതത്തിൽ ഇതായ കുറച്ച് പേര് എൻ്റെ പിന്നിൽ വന്നിട്ട് പറഞ്ഞു, ബ്രോ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു, എൻ്റെ ലവർ ഇങ്ങനെ ബ്രേക്കപ്പ് ആയിപ്പോയി, എനിക്ക് മരണത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള ആഗ്രഹമായിരുന്നു, എന്നെ കൊണ്ട് ഇനി പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നിർത്തായിരുന്ന സമയത്താണ് ബ്രോ ഞാൻ വെറുതെ ബ്രോയുടെ വീഡിയോ ഞാൻ കണ്ടത്, സത്യം പറയും ഇനി ഞാൻ അങ്ങനെ ഒരിക്കലും കാണിക്കില്ല ബ്രോ. എന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് വരുന്നവരെത്തി ഒരുപാട് നേരം സംസാരിക്കും, മണിക്കൂറോളം സംസാരിക്കും. ഞാൻ എൻ്റെ പണി പോലും നോക്കാറില്ല, അതിന് സംസാരിക്കും. അങ്ങനെ ഞാൻ കുറേ പേരോട് സംസാരിച്ചിട്ടുണ്ട്, ഉള്ള പറയാലോ. ഒരുപാട് പയ്യന്മാരടുത്ത് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് പയ്യന്മാരടുത്ത്. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല എത്ര പേരാണെന്ന്, പക്ഷെ ഒരുപാട് പയ്യന്മാരടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അത് വെച്ച് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ അത് മനസ്സിലാക്കാൻ ആരും കാണില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സമയത്തൊക്കെ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ പേരുണ്ടാവും. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ടല്ലോ നമുക്കൊരു മോശം സമയം വരുമ്പോഴത്തേക്കും അത് ഞാൻ പറയാം, നല്ല കാലം വരുമ്പോൾ ആരെങ്കിലും കൂടെ കാണും, പക്ഷെ ഒരു മോശം സമയം വരുമ്പോൾ ആരും കൂടെ കാണൂല. മനസ്സിലായാം? ആദ്യകാലം നമ്മളെ സപ്പോർട്ട് ചെയ്തവർ തന്നെ തിരിച്ച് വന്നിട്ട് നമ്മൾക്കിട്ട് കൊത്തിയിട്ട് നമ്മളെ പറിച്ച് താഴെ ഇടും. മനസ്സിലായില്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ നിന്ന് പിടിച്ച് കയറി വരണം നമ്മുടെ മനസ്സിന് മാത്രമേ കഴിയത്തുള്ളൂ. അതും ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്, ചോദിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ ചോദിക്കാൻ നന്നായിട്ട് സംസാരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞ ഇടുക്കി, കോട്ടയം, നമുക്ക് രണ്ടുപേരുടെയും ഭാഷ കറക്റ്റഡാണ്. നമ്മൾക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റും, കടകടകടാന്ന് എല്ലാം ഇതാകും. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ ഇതെങ്ങനെ പ്ലേസ് ചെയ്യുന്ന ഈ സാധനം തെറിയാണോ? ഓ കറക്റ്റായി. ചേച്ചി ഞാൻ സത്യം പറയട്ടെ, ഞാൻ ചേച്ചിയോട് പറഞ്ഞല്ലോ എന്താണ് എന്നെ ഒരു പെൺകുട്ടി ശ്രദ്ധിക്കപ്പെടാൻ ഞാൻ ഇത്ര സുന്ദരനാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഒന്ന്, സമൂഹം എന്നെ ഇന്ന രീതി കാണുമെന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളല്ല. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര മോശക്കാരനല്ലെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ലാത്ത മനുഷ്യനാണെന്ന് എനിക്ക് അത്രയ്ക്കും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇക്കണ്ട കാലം മൊത്തം വീഡിയോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് തെറി ആഡ് ചെയ്യുന്നത് അത് എൻ്റെ ഒരു ശൈലിയാണ്. ഓരോരുത്തർക്കും ഓരോരോ ശൈലികളുണ്ടല്ലോ. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിക്കിത്തൊക്കെ ആവട്ടെ, ഡവറയോളി അണ്ണനാവട്ടെ, നമ്മുടെ നാഗച്ചേച്ചി അടിപൊളിയാണ് കേട്ടോ, നാഗച്ചേച്ചി ആവട്ടെ, അത് പറഞ്ഞാൽ ഇവരുടെയൊക്കെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഉള്ള കാര്യം പറയാലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തെറി വിളിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അവരുടെ ശൈലിയും പച്ചയായ അവരുടെ സംസാരങ്ങളും ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. ഓക്കെ. അവർ പറയുന്നതിലും കാര്യമുണ്ട്, അവർ പറയുന്ന കേൾക്കാൻ നല്ല രസമുണ്ട്, അവരത്രയ്ക്കും നല്ല മനുഷ്യന്മാരാ. ഓക്കെ. തീർച്ചയായിട്ടും ഭയങ്കര പ്യൂറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളിപ്പോൾ സംസാരിക്കുമ്പോൾ അയാളുടെ വാക്കിൽ നിന്ന് അറിയാതെ തെറി വരുവാണെങ്കിൽ അയാൾ നല്ലൊരു മനുഷ്യനാണ്. എൻ്റെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ്. അല്ലാണ്ട് ഞാൻ വളരെ ജെന്റിൽമാനാണ്, ഞാൻ ഭയങ്കര ഡീസൻ്റ് ആണ്, ഞാൻ തെറിയൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഇത്രയും ഡീസൻ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും ഇവൻ മതിയായ ഫ്രോഡാന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. ഞാൻ അങ്ങനെയല്ല, ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ഞാൻ നിൽക്കാറുള്ളൂ. മൂക്കുത്തിയെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇന്നലെ ഒരു വീഡിയോ വന്നപ്പോൾ ഞാനും ആലോചിച്ചു, ഇത്രയും ചീത്തയൊക്കെ പറയണമെങ്കിൽ സംതിങ് നമ്മൾ കുറേ ആളുകളെ കാണുന്നല്ലേ, കുറേ ആളുകളെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അവരെന്തെങ്കിലും മറയ്ക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അല്ലാണ്ട് ചുമ്മാ അല്ലെങ്കിൽ നമ്മൾ ഫെയിം ആഗ്രഹിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തോ ഉണ്ട് സംതിങ് എന്ന്. ശരി, ഞാൻ പറയട്ടെ, ഞാൻ പ്രശസ്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ആദ്യകാല വീഡിയോസ് തൊട്ടേ ഞാൻ തെറി വിളിക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ പോലും ഞാൻ തെറി വിളിക്കുന്നുണ്ട്. ആ വീഡിയോ റീച്ച് ആവുമെന്ന് കരുതിയിട്ടോ മില്യൺസ് ഓഫ് ആൾക്കാർ ആ വീഡിയോ കാണുമെന്ന് കരുതിയിട്ടോ ഞാൻ തെറി വിളിച്ച് വീഡിയോ ഇട്ടതല്ല. പക്ഷെ ആൾക്കാരത് കണ്ടു, ഒരുപാട് ജനങ്ങളത് ഏറ്റെടുത്തു, കുറച്ച് ജനങ്ങളത് ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് ജനങ്ങളത് ഏറ്റെടുത്തു.
ഞാൻ അന്നോട്ടേ തെറി കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ അതിന്റെ താഴെ? വല്ലപ്പോഴൊക്കെ ഇരുന്ന് ഞാൻ വായിക്കും. പക്ഷേ ഈയിടെയായിട്ട് ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. ഈ ഷസാമിൻ്റെയും എൻ്റെയും വിക്കിത്തക്കിൻ്റെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ നല്ലോണം ഇരുന്ന് ഞാൻ വായിക്കും, തൃപ്തിയാവും. ഇതെന്താണെന്നറിയാവോ, ഈ തെറി പറയുന്നവരൊക്കെ ഒരു പ്രത്യേക കാറ്റഗറൈസ് ചെയ്തൊക്കെ സംസാരിക്കും. തീർച്ചയായിട്ടും. എൻ്റെ ദൈവമേ, അത് ഞാൻ ചെയ്തിട്ട് പറയാൻ വന്നു. എനിക്ക് ആ ഒരു കാര്യം എടുത്തു പറയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തെറി പറയുന്ന ഒരു മനുഷ്യൻ കോളനിയാണ്. അവൻ താഴ്ന്ന ജാതിക്കാരനാണ്, അവൻ മറ്റോടത്തെ പയ്യനാണ്, ഇവനൊന്നും സൊസൈറ്റി പോലും വെക്കാൻ കൊള്ളില്ല, ഇവനെയൊക്കെ അടച്ച് പൂട്ടണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇല്ലായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ ചേച്ചി, എന്നെപ്പോലുള്ള സാധാരണക്കാരനായ ഒരു പയ്യൻ മാത്രമാണ് തെറി പറയാറുള്ളത്. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കണം. അത്യാവശ്യം വലിയ വീട്ടിലുള്ള പയ്യന്മാർ തെറി പറയാറില്ലേ? പെൺകുട്ടികൾ തെറി പറയാറില്ലേ? സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറി പറയാറില്ലേ? അതൊക്കെ മോശമല്ലേ? ഞാൻ എനിക്ക് ചേച്ചീനെ പേഴ്സണലി എനിക്ക് നല്ലോണം അറിയാം. പെൺകുട്ടികളെ മോശമായിട്ട് പറയാൻ ചേച്ചിക്ക് ഇഷ്ടമല്ലെന്നുള്ള എനിക്ക് അറിയാം. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ സൊസൈറ്റി വെച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ റീൽസൊന്നും അങ്ങ് ഒത്തിരി കാണില്ല, പക്ഷേ എങ്കിൽ പോലും റീച്ചിന് വേണ്ടി എന്താ പറയുക, വളരെ ഡീസൻ്റായിട്ട് നടക്കുന്ന പെൺകുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ടും ട്രാൻസാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടും റീച്ച് ഉണ്ടാക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഓക്കെ, ഞാൻ ഒരിക്കലും അങ്ങനെയുള്ളവർ ഞാൻ സപ്പോർട്ടേ ചെയ്തിട്ടില്ല. ഓക്കെ, സപ്പോർട്ട് ചെയ്യൂല, തീർച്ചയായിട്ടും പറയാലോ. അത് ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചിക്ക് എൻ്റെ ദേഷ്യം ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും ഞാൻ കാര്യമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ മോശക്കാരായുള്ള ആമ്പിള്ളേരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ ചേച്ചി, അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട്. ഓക്കെ, പിന്നെ മറ്റേ സോഷ്യൽ മീഡിയ ഈ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു പെൺകുട്ടിയില്ല, കുറച്ച് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, പച്ചത്തെറി, ഞാൻ പറയുന്നതിൻ്റെ ഒക്കെ അങ്ങേയറ്റം തെറി. പക്ഷെ അത് സപ്പോർട്ട് ചെയ്യാനും ഏറ്റെടുക്കാനും ഇഷ്ടം പോലെ ജനങ്ങൾ. പക്ഷേ പുള്ളിക്കാരത്തിനെ കണ്ടറിയാൻ ഷീ ഈസ് വെരി റിച്ച്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പെൺകുട്ടികളും തെറി പറയാറുണ്ട്, ആമ്പിള്ളേരും തെറി പറയാറുണ്ട്. അപ്പോൾ ഇതൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഈ ഷസാമിൻ്റെ എൻ്റെ സീൻ വന്നപ്പോൾ ഷസാം എല്ലാവരും മുന്നിൽ പറയുന്നത് അവൻ എന്തോ ചൊറിത്തവള എന്നാണ് പുള്ളി എന്നെ മെൻഷൻ ചെയ്ത് പറഞ്ഞത്. ഞാൻ ചൊറിത്തവളയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണം, ആ ഷസാം ബ്രോ എന്നെ ഞാൻ പറയട്ടെ, ഷസാം ബ്രോ എന്നെ വന്നിട്ട് ചൊറിത്തവള എന്ന് പറയുമ്പോൾ ഞാൻ ഷസാം ബ്രോ അങ്ങനെ പറയിക്കാനായിട്ട് ഞാൻ ഷസാം ബ്രോയുടെ അടുത്തേക്ക് ഒരു കാര്യത്തിന് വന്നിട്ടില്ല, ഒരു പ്രശ്നത്തിന് വന്നിട്ടില്ല. ഷസാം ബ്രോ തന്നെയാണ് എൻ്റെ അടുത്ത് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും. ഷസാം ബ്രോ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞു, മനസ്സിലാക്കണം. ഷസാം ബ്രോ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞു, ഞാൻ അങ്ങോട്ട് തിരിച്ചൊന്ന് ചൊറിഞ്ഞു, അപ്പം ഞാൻ ചൊറിത്തവളയായി. അപ്പോൾ ഷസാം ബ്രോയിന് ഞാൻ എന്താ വിളിക്കേണ്ടതെന്ന് ഷസാം ബ്രോ എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, ശരിയല്ലേ ചേച്ചി? ഞാൻ ഈ പറഞ്ഞത് തെറി എന്നുള്ളത് നമ്മളൊരു സൊസൈറ്റിയിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളെങ്ങനെയാണ് ജെന്റിൽമാൻ അപ്പം അറിയാലോ, ഞാൻ പറയാണ്ട് തന്നെ അറിയാം, കേന്ദ്രീയ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് അത്രയും ഡ്രസ് കോഡ് കൊടുക്കുന്നത്. അവരുടെ ഐഡൻറ്റിറ്റിയാണ്, ദാറ്റ് ഇസ് യുണീക്നെസ് ആണ്, എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതിപ്പം ഓരോ സ്കൂളുകളിലും ഓരോ ഇത് കൊടുക്കുന്നത് അവർ യുണീക്കാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സ്കൂളുകളെക്കുറിച്ച് പറയാൻ കാരണം അവിടെ നിന്ന് പഠിച്ചു വന്ന ഒരാളെന്നാണ്. നിങ്ങൾക്കിടയിലും അന്നും ഉണ്ടാവാം ഈ പറയുന്ന എല്ലാത്തരം ചീത്ത വാക്കുകളും, അതെല്ലാ സ്ഥലത്തും ഇങ്ങനെ കാലാകാലങ്ങളായിട്ടുണ്ടാകുന്ന. പക്ഷെ നമ്മളത് എങ്ങനെ, എവിടെ, എപ്പോൾ എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. മനസ്സിലായോ? ഞാൻ ഈ സീറ്റിലിരുന്നിട്ട് ഈ ക്യാമറയുടെ മുന്നിൽ ഞാൻ ഭയങ്കര താത്വികമായിട്ടുള്ള അവലോകനങ്ങൾ ചെയ്യുക, ഞാൻ ഭയങ്കര പക്ഷെ നേരെ മറിച്ച് ഞാൻ ഇത് കട്ടായി കഴിഞ്ഞാൽ ഞാൻ വേറൊരാളാ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് എന്താണ് സൊസൈറ്റിക്ക് കൊടുക്കേണ്ടതെന്ന്, ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ബോധമുണ്ട്, ഞാൻ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന്. പക്ഷേ അത് ഞാൻ എൻ്റെ പ്രിമിസസിലാണ് പറ്റുള്ളൂ, എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്തേ പറ്റുള്ളൂ. ഇവിടെ നിന്ന് ഞാൻ വണ്ടി കയറി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഗ്യാപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാനപ്പോൾ അവിടെ ഏറ്റവും നന്നായിട്ട് ആ സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യണം. അത് എൻ്റെ ഉത്തരവാദിത്വം, അതൊരു പൗരൻ്റെ പൗരബോധമാണ്. മനസ്സിലായോ? നമ്മൾ എങ്ങനെയാണ്, ഞാൻ കുറ്റമാണെന്നല്ല, ചെയ്തത് തെറ്റാണെന്നല്ല, നാം പറഞ്ഞതാണ്. അത് ഈ പറയുന്ന തെറി പറയുക എന്നുള്ളത് നമ്മളല്ല, ഞാൻ ഏതൊരു ബസ്സുകാരൻ അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് നമ്മളുടെ വണ്ടി ഓവർടേക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു ആദ്യമേ പറയുന്നൊരു വേർഡ് ഉണ്ട് നമ്മൾ, അതിപ്പോൾ ഒരു കോമൺ ആണ്. അല്ല, ഇപ്പൊ കേരളത്തിൽ നല്ല ഒട്ടുമിക്ക ആളുടെ അടുത്തത് ഒരു കോമൺ ആണ്. പക്ഷെ എങ്കിൽ കൂടിയും ആ കോമൺ വാക്ക് ചില ആളുകൾ ഉപയോഗിക്കാതിരിക്കുന്നത് അവരെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. എൻ്റെ ഒരു കോവർക്കർ ഉണ്ട്, കൺട്രോളിങ് ജെന്റിൽമാൻ. യെസ്, ജെന്റിൽമാൻ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, വേണ്ട അങ്ങനെ, അതായത് ഹേർട്ട് ചെയ്യും. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സമൂഹത്തിന്റെ മുന്നിൽ എല്ലാവരും ഞാൻ ഒരു നല്ല മനുഷ്യനായിട്ട് കാണണം. അങ്ങനെയല്ല, നല്ല മനുഷ്യനായിട്ട് കാണണം എന്നുള്ളതല്ല, നമ്മുടെ വേർഡിങ്സ് പോലും അവരെ ദ്രോഹിക്കരുത്. അതാണ്. അതായത് ഇപ്പോൾ ഒരിക്കലും ഒരു ചീത്ത കേൾക്കാത്ത ഒരാളാണെന്ന് വിചാരിക്കും. ഇപ്പം കുഞ്ഞു പറഞ്ഞു, കുഞ്ഞിനെ ചെറുതിലേ മുതലേ ചീത്ത കേൾക്കണതാണ്. അപ്പോൾ കുഞ്ഞിനോട് ഇനി എത്ര ചീത്ത പറഞ്ഞാലും കുഞ്ഞിന് ഇത് ചെറുത് എന്നുള്ളൊരു ഫീൽ വരും. പക്ഷെ ഇതുവരെ ചീത്ത കേൾക്കാത്ത ഒരാളാണെന്ന് വിചാരിക്കും. അതായത് ചീത്ത കേട്ടിട്ടുണ്ട്, അതായത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും, പക്ഷെ അയാളുടെ നേരെ അത് വന്നിട്ടില്ല. അയാളുടെ നേരെ വരുമ്പോൾ ഹേർട്ടാവും, അത് ഭയങ്കര പ്രശ്നമാവും നമുക്ക്.
മനസ്സിലാവുന്നുണ്ടോ? ഒരു കൊച്ചിനെ നമുക്ക് ചീത്ത വിളിക്കാൻ പറ്റില്ല. ഈ പറയുന്ന ഈ പായും മായും ഒന്നും കൂട്ടി നമുക്ക് ചീത്ത വിളിക്കാൻ പറ്റില്ല. കാരണം അതിന് ഭയങ്കര ഹേർട്ട് ചെയ്യും. അതെന്തോ മോശപ്പെട്ട വേർഡിങ്സ് ആണെന്നോ ഒക്കെയുള്ളൊരു ഫീല് വരും. ഞാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ മോട്ടിവേഷൻ മൂക്കുത്തി എന്താണോ അത് മോട്ടിവേഷൻ മൂക്കുത്തിയായിട്ട് ജീവിക്കാൻ ഞാൻ ഉപദേശിക്കുന്ന ഒന്നുമല്ല. ആസ് എ പേഴ്സൺ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്ന് മാത്രം, നമ്മൾ ഡിസ്കസ് ചെയ്തു. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. ഞാനിവിടെ ഒന്ന് പറഞ്ഞോട്ടെ. ഒന്നുമല്ല ചേച്ചി പറഞ്ഞു, ചേച്ചി ഇപ്പൊ ഈ ഇരിക്കുന്ന ചേച്ചിയല്ല പുറത്തിറങ്ങിക്കുമ്പോൾ ചേച്ചി വേറെ ക്യാരക്ടറാണ്. ഓക്കെ, പക്ഷെ ഇത്രയും ഒരു മീഡിയസിന്റെ മുന്നിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ ചേച്ചി കീപ്പ് ചെയ്യുന്ന റെസ്പെക്റ്റും ചേച്ചി കീപ്പ് ചെയ്യുന്ന ചേച്ചിയുടെ ആ ഒരു ഡീസൻസിയും ചേച്ചി കീപ്പ് ചെയ്യുന്നുണ്ട്. ചേച്ചി അങ്ങനെ ആയിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്കൊരാളോട് സംസാരിക്കുമ്പോൾ ഇപ്പം ഇത്രയും നേരം ഞാൻ ചേച്ചിയുടെ മുന്നിൽ സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ ചേച്ചിയുടെ കീപ്പ് ചെയ്യേണ്ട ഡീസൻസിയും റെസ്പെക്റ്റും നല്ല രീതിയിൽ കീപ്പ് ചെയ്തു. എനിക്ക് നിൽക്കേണ്ടടുത്ത് നിൽക്കാൻ അറിയാം, പെരുമാറേണ്ടടുത്ത് പെരുമാറാൻ അറിയാം, സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാനും അറിയാം. ഞാൻ ചേച്ചിയോട് നേരത്തെ പറഞ്ഞു, ഞാൻ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് ഒരു ഫോണിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ, ഞാൻ എങ്ങനത്തെ ഒരു പയ്യനാണോ അതേപോലെ തന്നെയാണ് എൻ്റെ റിയൽ ലൈഫിലും. പക്ഷേ ഞാൻ അങ്ങനെ ആണെങ്കിൽ പോലും എനിക്കൊരാളുടെ ഒരു വ്യക്തിയെടുത്ത് സംസാരിക്കുമ്പോൾ ഏത് രീതിയിൽ സംസാരിക്കാം, ആ വ്യക്തി എൻ്റെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള രീതിക്കായിരിക്കും എൻ്റെ മറുപടികൾ. തീർച്ചയായും എൻ്റെ അടുത്ത് റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് റെസ്പെക്ട് ഉണ്ടാവില്ല. എന്നെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട്, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാ. ഓക്കെ, നമ്മളിപ്പം ഗസ്റ്റിനെ ഞാൻ ഇതാക്കിയതല്ല, റെസ്പെക്ട് ആക്കിയല്ല. എന്നോട് എനിക്ക് കുറച്ച് സ്നേഹമുണ്ട്. എനിക്കറിയാം. നമ്മൾ പേഴ്സണലി ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ പരിചയമുള്ള ആൾക്കാരാണ്, സൗഹൃദമുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇപ്പം ഈ അടുത്ത് കിട്ടിയപ്പോൾ നൈസായിട്ട് ഉപദേശിച്ചു. നാളെ ചെന്നിട്ട് വീഡിയോ പക്ഷെ അത് നമുക്ക് പേഴ്സണലി നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ലൈഫില് ഞാൻ പറയണ്ട, എന്നെ ഒരുപാട് അനുഭവിച്ചു വന്നത്. എനിക്ക് ഓരോ ഇൻസിഡന്റ് പറയുമ്പോഴും എനിക്കറിയാം അതൊക്കെ എനിക്ക് ലൈഫില് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞു ചേച്ചിയെടുത്ത് ഞാൻ ചേട്ടൻ്റെ ഒരു വക്കിൽ പോയിട്ടുണ്ട്, 1-2 വട്ടം ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു ചേച്ചി. ഒരു ലെവൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്നലെയൊക്കെ ആയിട്ടുണ്ടായ എൻ്റെ ഇൻസിഡൻറ്റ് ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അത് പറയുമ്പോൾ ഭയങ്കര ഫണ്ണായിട്ട് തോന്നിയാൽ പോലും ഉണ്ടല്ലോ, എൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ അറിയാം അതിൻ്റെ ആ ഒരു ഡെപ്ത് എന്തോരം ഉണ്ടെന്ന്. ഓക്കെ, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി സത്യം പറഞ്ഞാൽ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാരെയും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കാരെയും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ഹൈലൈറ്റിൽ എൻ്റെ ഫാമിലിയുടെ ഫോട്ടോ ഇടാൻ പറ്റുന്നില്ല. ഇതൊക്കെ മോർഫിംഗ് ആണ്, ഇതൊക്കെ എടുക്കുവാണ്, മോർഫിയാണ്, ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ചെന്ന് തെറി വിളിക്കുവാണ്, അവരുടെ ഗേളാണെങ്കിൽ ഗേളിൻ്റെ അക്കൗണ്ടിലേക്ക് ചെന്നിട്ട് മറ്റോടത്തെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഇട്ടിട്ട് തെറി വിളിക്കുവാണ്. ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനാണ് ഒരു തെറ്റുകാരനെങ്കിൽ എന്നെ മാത്രം കൈ ചൂണ്ടി സംസാരിക്കണം. അങ്ങനെ ആയിരിക്കണം ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് കാണിക്കേണ്ട മര്യാദ. ഞാൻ ആ മര്യാദ കീപ്പ് ചെയ്തിട്ട് നിന്നിട്ടുള്ളൂ. അല്ലാണ്ട് ചേച്ചി പറയുന്ന പോലെ തന്നെ ഞാൻ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 80ഓളം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടോ. ഞാനിട്ട ഒരു വീഡിയോയിലും, ഈ 3 റിയാക്ഷൻ വീഡിയോസ് വിട്ടുവരെ, പക്ഷെ ബാക്കിയുള്ള ഒരു വീഡിയോ പോലും ഞാൻ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരാളെ എന്താ പറയുക വ്യക്തിഹിത്യ ചെയ്ത് ഞാൻ തെറി വിളിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ എൻ്റെ കോണ്ടന്റിൽ മാത്രം തെറി പറഞ്ഞിട്ടുണ്ട്. അത് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു മനുഷ്യനെ പോലും ഞാൻ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ തെറി വിളിച്ചിട്ടില്ല. പക്ഷേ ഈ റിയാക്ട് ചെയ്തവരിൽ ഈ മൂന്ന് പേര് ഞാൻ റിയാക്ട് ചെയ്തവരിൽ ഇവർ ഇങ്ങോട്ടായിട്ട് വന്ന് എരന്ന് വാങ്ങി എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇങ്ങോട്ടായിട്ട് വന്ന് മര്യാദയ്ക്ക് വീഡിയോസ് ചെയ്തുകൊണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന് എൻ്റെ വീഡിയോ എടുത്ത് വളരെ മോശമായിട്ടുള്ള ഇപ്പോഴും ഞാൻ അങ്ങനെ പറയുള്ളൂ, വളരെ മോശമായിട്ട്. ഇപ്പോൾ ഷസാമാണെങ്കിൽ എന്തിനാണ് ഞാൻ ഫണ്ണായിട്ട് ചെയ്തതെന്ന് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞാൽ പോലും കുറച്ചെങ്കിലും ബുദ്ധിയുള്ള പയ്യന്മാർക്ക്, എൻ്റെ ഫാൻ ബേസ് വിട്ടേരെ, ഫാൻ ബേസ് ഇല്ലാത്തവന്മാർക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ആ പയ്യൻ അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്നു തന്നെയല്ലേ, ഇങ്ങനെ ശസം പ്രയോഗം ചെയ്യേണ്ട ആവശ്യമുള്ള ഒരു മര്യാദഘട്ട പരിപാടിയാണെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ പുള്ളി എന്നെ പറഞ്ഞാൽ പോലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴും പുള്ളിയുടെ റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഈ 80 വീഡിയോസ് ഇട്ടേലും ഞാൻ ചെയ്തു പോയൊരു ഒറ്റ മിസ്റ്റേക്ക് അത് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു. ഞാൻ അതിൻ്റെ പേരിൽ ഇപ്പോഴും ഞാൻ സോറി പറയുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ ആ സോറി പറഞ്ഞാൽ പോലും ഞാൻ അയാതെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യം കൊണ്ടല്ല. ഞാൻ പറഞ്ഞില്ല ചേച്ചി, ഇന്നോ നാളെ എന്ന് പറഞ്ഞിരിക്കണം ഞാനാ, മനസ്സിലായി. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഇത്രയും കാലം ജീവിച്ചു, 23 വയസ്സ് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിച്ചു. കുറച്ച് വിഷമങ്ങളുണ്ടായി, കുറച്ച് സന്തോഷങ്ങളുണ്ടായി, അത്രേ ഉള്ളൂ. അത് ഞാനങ്ങ് പോകും. പക്ഷെ ഞാൻ ഈ സോറി പറയും. ഞാനിപ്പോൾ 80 പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ഞാൻ ആകപ്പാടെ ചെയ്തു പോയ 2 തെറ്റുകൾ. ഒന്ന്, എനിക്ക് ഒരാവശ്യമില്ലാതെ എന്നെ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്.
ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്. 90% ആൾക്കാർ എന്നെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, 10% ആൾക്കാരോട് എന്നെ ഹെയ്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പം, ഞാൻ മൈൻഡ് പോലും ചെയ്യാറില്ല. പക്ഷേ ആസ് എ സ്ട്രീമർ അല്ലെങ്കിൽ ആസ് എ യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് എന്നെ വന്ന ഒരാൾ റിയാക്ട് ചെയ്തപ്പോൾ, അതിനേക്കാളും വലിയ ആൾക്കാർ റിയാക്ട് ഉണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു പെൺകുട്ടി എന്നെ വന്ന് റിയാക്ട് ചെയ്ത് പബ്ലിക്കായിട്ട് എന്നെ പാവുട്ടിയൊക്കെ തെറി വിളിച്ചു കഴിഞ്ഞപ്പോൾ അതെന്നെ കൊണ്ട് കേട്ട് നിൽക്കാനോ കണ്ടു നിൽക്കാനോ പറ്റൂല. കാരണം അവളുടെ ആ വീഡിയോ റീച്ച് ആവുന്നതനുസരിച്ച് അത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ ഞാൻ നാണം കൊടുക്കുന്നത്. ഓക്കെ, അതെനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ഞാൻ അപ്പോൾ അതിൻ്റെ പേരിൽ തിരിച്ച് ഞാൻ റിയാക്ട് ചെയ്തു. അതും ഞാൻ ഒരു ഫണ്ണായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ. അത് മനസ്സിലായവർക്ക് മനസ്സിലാവും. പക്ഷേ എന്താണ് റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ കുട്ടിയുടെ വീഡിയോ ഏകദേശം ഒരു 10, 50, 60K കണ്ടെങ്കിൽ പോലും എൻ്റെ വീഡിയോ ഏകദേശം 2 മില്യൺ മേളിൽ പോയായിരുന്നു. ഞാൻ ഒറ്റ റിയാക്ഷൻ വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റ് അത് തന്നെയാണ്. ഓക്കെ, കാരണം ഞാൻ ആ കുട്ടീനെ റിയാക്ട് ചെയ്തെന്നുള്ളതിൻ്റെ പേരിൽ അന്ന് തൊട്ടേ വീണ്ടും 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 റിപ്പീറ്റഡായി എൻ്റെ വീഡിയോസ് റിയാക്ട് ചെയ്യും, എന്നെ പറ്റി അത് പറയും, ഇത് പറയും, മറ്റേത് പറയും, മറിച്ച് പറയും. ഞാൻ മൈൻഡ് പോലും ആക്കൂല. സീരിയസ്ലി ഇതൊക്കെയും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും കോണ്ടന്റ് ആണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ആളുകൾ ആരെ പിടിച്ചിട്ടാണ്, ചില ആളുകൾ വളരെ സിമ്പിൾ ആയിട്ട് ആരെങ്കിലും ചെയ്തു വെച്ച നല്ല സൃഷ്ടിനെ എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോ വെറുതെ ഇടും, ചിരിക്കുന്നു. അത് അവരെ സംബന്ധിച്ച് റീച്ച് ഉണ്ടാക്കണതാണ്. അപ്പം വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യം വേണ്ടി റിയാക്ട് ചെയ്യുന്ന കൊള്ളാച്ചി. പക്ഷെ ഉണ്ടല്ലോ, പേഴ്സണൽ ആയിട്ട് നമ്മുടെ ലൈഫിൽ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഞാൻ പറയട്ടെ, ആ കുട്ടി ഇപ്പൊ ഞാൻ സീരിയസ്ലി ഇപ്പോഴും പറയാം, ആ പെൺകുട്ടി എന്നെ റിയാക്ട് ചെയ്ത ആ വീഡിയോയ്ക്കകത്ത് എന്നെ തെറി വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വളരെ സന്തോഷപൂർവ്വം ഫണ്ണായിട്ട് തന്നെ എടുക്കുള്ളൂ. കമൻറ്റ് ഞാൻ പോയി ചെയ്യും, എൻ്റെ സ്റ്റോറി ഇടും, താങ്ക് യു എന്ന് ഞാൻ അടിയിൽ മെൻഷനും ചെയ്യും. പക്ഷേ ഇപ്പോൾ ഞാൻ ചേച്ചീനെ ആണെങ്കിൽ പോലും തെറി വിളിച്ച് വീഡിയോ ചെയ്യും, ചേച്ചിക്ക് ഇഷ്ടപ്പെടില്ല, തിരിച്ച് ചേച്ചിയോട് ചോദിക്കുകയും ചെയ്യും, അത് പബ്ലിക്കായിട്ട് തെറി വിളിക്കുകയും ചെയ്യും. ശരിയല്ലേ? ഒരു സ്ത്രീ ആണെങ്കിലും ശരി, പുരുഷനാണെങ്കിലും ശരി, നമ്മുടെ പേഴ്സണലായിട്ട് ലൈഫിൽ വന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങോട്ട് കയറി വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടോണ്ടിരിക്കുകയോ ചെയ്യും. നമ്മൾ മനുഷ്യന്മാരല്ലേ. ഞാൻ അത്രേ റിയാക്റ്റും ചെയ്തിട്ടുള്ളൂ. അവൾ പറയുന്ന അത്ര തെറി പോലും ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ വീഡിയോക്ക് റീച്ച് ഉണ്ട്, എനിക്കറിയത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ വിതയ്ക്കുന്നതേ കൊയ്യാൻ പറ്റത്തുള്ളൂ. അതെ, സത്യം. ഞാൻ പറയുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ. മോശം കമന്റ്സ് ഒക്കെ നമ്മുടെ വീഡിയോസിലും നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കഴിഞ്ഞ് എൻ്റെ മിനിഞ്ഞാന്നത്തെ പ്രവീൺ ടീച്ചർ എന്ന് പറഞ്ഞൊരു പയ്യന്റെ വീഡിയോയുടെ ഇടയിൽ വന്നത്, ഒന്ന് കുളിച്ചിട്ടിരിക്കാൻ മേലേന്ന് ചോദിച്ചു. രണ്ടുപേർക്കും ഒന്ന് കുളിച്ചിട്ടിരിക്കാൻ മേലേന്ന് ചോദിച്ചു. പേഴ്സണലി എനിക്ക് 1-2 പേരത് എനിക്ക് മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. പണ്ടത്തെ സ്വഭാവമാണെങ്കിൽ ഞാൻ ചെന്ന് നമ്പർ തപ്പിക്കല്ല, മീൻസ് ഇൻബോക്സിൽ ചെന്നിട്ട് ചേട്ടൻ എന്നെ അറിയാമോ എന്നൊക്കെ ചോദിക്കും. ഇപ്പം ഞാൻ ആലോചിക്കും, ആ മാനസിക നില വികൃതമാണ്. നമ്മൾ അവരോട് ഉപദേശിച്ചിട്ട് കാര്യമില്ല. അവർക്ക് അതിലൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എൻ്റെ സന്തോഷം ഞാൻ കൊടുക്കുന്നു, എടുത്തോളൂ എന്നൊരു ആറ്റിറ്റ്യൂഡ് ഞാൻ വരും. ഇല്ല, ഞാനും ഈ പറഞ്ഞ നെഗറ്റീവിലേക്ക് പോകും. പിന്നെ ഒരു കാര്യമുണ്ട്, മൂക്കുത്തി ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത ആളാണ്. അതായത് നമ്മുടെ നാട്ടിൻപുറത്തൊരു ഭാഷയുണ്ട്, വെടിക്കെട്ടുകാരൻ്റെ മകനെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കരുതെന്ന്. അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുക. ലൈഫ് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഇതൊക്കെ അതിനിടയ്ക്ക് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ലൈഫ് ഇങ്ങനെ എപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരാളില്ലാണ്ടായാൽ ഈ ഭൂമിയൊന്നും നന്നാവാനോ അല്ലെങ്കിൽ ആളുകളത് തിരിച്ചറിഞ്ഞിട്ട്, ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു ഡയലോഗ് അതാണ്, നീ പോയാൽ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും നിൻ്റെ കുടുംബത്തിനും മാത്രമാണ്. അത് എത്ര ദിവസം ഉണ്ടാവും? അത് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, ആർക്കും ഒന്നും ഉണ്ടാവത്തില്ല. നമ്മൾ എന്തൊക്കെയോ അപ്പം നമ്മൾ കുറച്ച് നാൾ നിലനിൽക്കേണ്ടത്, നമ്മൾക്കൊരു തലയിലൊരു ഇങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോൾ കുറച്ച് കാര്യമുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മളത് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ കുറച്ച് ഇപ്പോൾ ഒരു ബോധ്യമുണ്ടല്ലോ എന്തൊക്കെയാണ് ചെയ്ത തെറ്റുകൾ ശരികൾ എന്നുള്ളത്. ഇപ്പം തന്നെ പറഞ്ഞല്ലോ, 2 തെറ്റാ ചേച്ചി പറ്റിയെന്ന് പറഞ്ഞല്ലോ. ചേച്ചി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ പറഞ്ഞ 2 തെറ്റുകൾ. ഒന്ന്, ഞാൻ ആ കുട്ടീനെ കയറി റിയാക്ട് ചെയ്തതും. 2, ഞാൻ ഷസാമിനെ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ ഷസാമിനെ തെറി വിളിച്ചിട്ടില്ലെങ്കിൽ പോലും ഷസാമിനത് അച്ഛനെ ഞാൻ വിളിക്കുന്ന പോലെ ഷസാമിൻ്റെ ഫാൻസ് പിള്ളേർക്ക് തോന്നിയെന്നാണ് പറഞ്ഞത്. ഞാനത് ചെയ്ത തെറ്റാണെങ്കിൽ ഞാൻ ആ സോറി പറയാൻ തയ്യാറാണ്. ഓക്കെ, പക്ഷേ പേടി കൊണ്ടല്ല. എനിക്കും ഒരച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബഹുമാനം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. സോ അതെൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്, അതിന് ഞാൻ സോറി പറയാനും തയ്യാറാണ്. സോറി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ, ഇനിയാണെങ്കിലും ഞാനിപ്പോൾ ഈ പറയുന്ന സ്കാം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ ഇപ്പോഴും അത് വലിയ കാര്യമായിട്ട് എടുക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് അതിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ ഞാൻ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇനി എന്നെ ആരെങ്കിലും റിയാക്ട് ചെയ്താലും, ഷസാം എന്നെ റിയാക്ട് ചെയ്താൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാണ്ട് ഞാൻ എന്തായാലും ചെയ്യാതിരിക്കില്ല. പിന്നെ എനിക്ക് ഷസാം ബ്രോയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്നേഹം കൊണ്ട് ഞാൻ പറയാം ബ്രോ, എനിക്കിപ്പോഴും താങ്കളുടെ അടുത്ത് റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ താങ്കളെ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾ തിരിച്ചെന്നെ റിയാക്ട് ചെയ്യാനുള്ള മര്യാദ കാണിക്കുക. ഓക്കെ, അല്ലാണ്ട് വളഞ്ഞ വഴി കൂടെ കയറി, അതും ഒരു പെൺകുട്ടിയുടെ ഹെൽപ്പോട് കൂടി ഒരു മനുഷ്യനെ എന്താ പറയുക ഇല്ലായ്മ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ച് ഞാൻ വേറെ വാക്കുകൾ പറയും, പക്ഷെ ഞാൻ ഡീസൻ്റ്ലി ഞാൻ പറയാം,
ഭയങ്കര മോശമാണ്. ഓക്കെ, ഉള്ള കാര്യം പറയാം. ഓക്കെ, എന്താണെങ്കിലും മനസ്സിലുള്ളതൊക്കെ എന്നോട് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോഴും കൂടെ പറയുന്നു, ഒരു വാക്ക്, സോഷ്യൽ മീഡിയ അല്ല നമ്മുടെ ലോകം. അതിലും വലുത് അനുഭവിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ. തീർച്ചയായിട്ടും എന്നോട് വിക്കി മെസ്സേജ് പറഞ്ഞത് അങ്ങനെ. സോഷ്യൽ മീഡിയ അല്ല നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മുടെ ലൈഫിലേക്ക് ഇന്ററാക്ഷൻ ആവാനും സമ്മതിക്കരുത്. മനസ്സിലായി? ഞാനൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ജസ്റ്റ് നിങ്ങളെപ്പോലുള്ള നമ്മുടെ കണ്ടന്റ് നമുക്കിന്ന് എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം എന്താണേലും ഞാൻ ഒന്നുകൂടെ പറയുന്നു, വെടിക്കെട്ടുകാരൻ്റെ മകനെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കാൻ വരുന്നവരെ അങ്ങനെ തന്നെ ആ ലാഘവത്തിൽ തന്നെ ജീവിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും ഉണ്ടാവരുത്. ലൈഫാണ് സ്റ്റിൽ ഗോയിങ്. ഒരു കാര്യം കൂടെ പറയട്ടെ ചേച്ചി, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, നീയും വിക്കിയും തമ്മിലുള്ള ഒത്തുകളിയല്ലേ? ഗൈസ്, ഒരിക്കലും ഒത്തുകളിയല്ല. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഓക്കെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അവൻ എന്നെ റിയാക്ട് ചെയ്തത് അവൻ്റെ ശൈലിയിലാണ്, ഞാൻ അവനെ തിരിച്ച് റിയാക്ട് ചെയ്തത് അവൻ്റെ ശൈലിയിലാണ്. ഓക്കെ, എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ തമാശയ്ക്ക് പോലും പറയുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു വാക്ക് ആളുകളുടെ ഇടയിലേക്ക് ഫീലിങ്സ് ഉണ്ടാക്കും. അതങ്ങനെ എങ്ങനെ ഹേർട്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഹേർട്ടിൻ്റെ പുറത്ത് ഇപ്പം നമ്മൾ തന്നെ ചിന്തിക്കൂലേ, ഞാൻ തന്നെ പറയാറില്ല, നമ്മൾ പറഞ്ഞ് വാവിട്ട വാക്കും കൈവിട്ട ആയുധം ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന മോഹൻലാലിൻ്റെ ഒരു പടത്തിനകത്തെ ഒരു ഫേമസ് ഡയലോഗ്. അതുപോലെ തന്നെയാണ്, ഒരിക്കൽ പറഞ്ഞു പോയി, നമുക്ക് പിന്നെ അത് സോറി പറയാം എന്നൊക്കെ ഉള്ളൂ. എന്നാലും ശ്രദ്ധിക്കുക, ആരാണെങ്കിലും എന്താണ്. അതൊരാളുടെ ഇപ്പം നിനക്ക് തന്നെ മനസ്സിലായി, നമ്മളൊരാൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവൻ എടുത്തിരുന്നെങ്കിൽ ഇപ്പം നമ്മൾക്ക് നേരെ സംഭവിച്ചെങ്കിൽ എന്ത് ചെയ്തേനെ. എന്താണെങ്കിലും എൻ്റെ അടുത്തൊരു സംസാരിച്ചതിൽ, മൂക്കുത്തിയെ കേട്ടതിൽ, പിന്നെ ഒരു കാര്യം കൂടെ, മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ പറയുന്ന ടെൻഡൻസി ആയിട്ടൊന്നും ജീവിക്കരുത്. ഇല്ല, ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞോട്ടെ, വേറെ ഒന്നല്ല, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ ഷസാമിൻ്റെ അടുക്ക് സോറി പറഞ്ഞില്ലേ, സോറി പറയാൻ സത്യമായി സോറി പറയേണ്ട ആവശ്യമില്ല. കാരണം അയാളുടെ ലൈവിൻ്റെ അകത്ത് എന്നെ പറഞ്ഞ നല്ല രീതിയിൽ കേട്ടവർക്കറിയാം ഭയങ്കര മോശമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്നിട്ടും ഞാൻ അയാളോട് സോറി പറഞ്ഞത് എൻ്റെ മര്യാദയ്ക്ക് വെച്ച്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അയാളുടെ ഈ പറയുന്ന എന്നെ റിയാക്ട് ചെയ്ത് ഇത്രയും പേരെടുത്തേക്ക് ഞാനൊരു പ്രശ്നത്തിന് പോയാൽ എൻ്റെ വീഡിയോ അവർ തന്നെ എടുത്ത് റിയാക്ട് ചെയ്ത് എന്നെ കളിയാക്കിയതാണ്. സോ എന്നിട്ടും എൻ്റെ ഭാഗത്തൊരു തെറ്റില്ലാഞ്ഞിട്ടും ഞാൻ അങ്ങോട്ട് സോറി പറയുന്നത് എൻ്റെ മര്യാദ കൊണ്ടാണ്. ഓക്കെ, എന്താണെങ്കിലും ജീവിതത്തിൽ ഇനി കളറാവട്ടെ. ഇപ്പം കളറില്ലാന്നല്ല, ഒന്നുകൂടെ കളറാവട്ടെ. ഓക്കെ, താങ്ക് യു.